(1934) മുതൽ 1977 വരെയുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞോട്ടമാണ് ചന്ദ്രൻ മാസ്റ്റർ രചിച്ചിട്ടുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന പുസ്തകം. ഈ നിയോജക മണ്ഡലത്തിൽ വലിയൊരു ജനകീയ പ്രസ്ഥാനമായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലും പെരിങ്ങളം നിയോജക മണ്ഡലത്തിലും നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള മണ്ണറിഞ്ഞുപോയ ഒരുപാട് സോഷ്യലിസ്റ്റ് സഖാക്കളെയും അനുസ്മരിക്കുന്നതാണ് ഈ പുസ്തകം. അതോടൊപ്പം തന്നെ പെരിങ്ങളം നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി കാലഘട്ടം, സോഷ്യലിസ്റ്റ് ജനനായകനായ സഖാവ് PR ഗ്രൂപ്പിന് നേരെ തലശ്ശേരി കോടതിയിൽ ഉണ്ടായ ആക്രമണം, വടക്കേക്കളം മിച്ചഭൂമി സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, മയ്യഴി വിമോചന സമര പോരാട്ടം, അതുപോലെ തന്നെ തലശ്ശേരിയിലെ വർഗീയ കലാപം അടക്കമുള്ള ആ കാലഘട്ടങ്ങളിൽ നടന്ന പ്രധാന സംഭവവികാസങ്ങൾ ഒരു സോഷ്യലിസ്റ്റിൻ്റെ വീക്ഷണകോണിലൂടെ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രൻ മാസ്റ്റർ ഇത്തരമൊരു പുസ്തക രചന നടത്തിയിട്ടുള്ളത്. പുസ്തക പരിചയം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ കടന്നു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ ധന്യമായ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ പബ്ലിക്കേഷൻ കമ്മിറ്റിയുടെ പേരിൽ ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ആത്മാർത്ഥതയുടെയും ആത്മസമർപ്പണത്തിന്റെയും ഉദാത്തമായ മാതൃകയാണ്. ആ മാതൃക അവലംബിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും സോഷ്യലിസ്റ്റുകളും അതിന്റെ പിന്തലമുറക്കാരും ഒക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിന് മാനസികമായിട്ട് മാറ്റി നിർത്താൻ ആരെക്കൊണ്ട് സാധ്യമല്ല. അത്തരത്തിലുള്ള ഒരു ഒരുമയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ തന്നെ. ഇവിടെ രവീന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം മുതലേ ചന്ദ്രൻ മാസ്റ്ററെ കുറിച്ച് എനിക്കറിയാം. ചന്ദ്രൻ മാസ്റ്ററും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും PR-ഉം ഒക്കെ തന്നെയുള്ള ബന്ധം, അത് ഏതു വിധത്തിലും അതിനെ ഇല്ലാതാക്കാൻ, അഴിച്ചു മാറ്റാൻ ഉള്ള ഗൂഢമായ ശ്രമം നടന്നപ്പോഴും അതിനൊന്നും വകയൊന്നും കൊടുക്കാതെ മുന്നോട്ട് പോവുകയും ഈ മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേരുകൾ കൂടുതലായി ഉറപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ചില അപാകതകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്, മറച്ചു വെക്കാനും സാധ്യമല്ല. പക്ഷെ അതേസമയം മനസ്സിലൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സോഷ്യലിസം എന്ന ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം നമ്മുടെ അന്നത്തെ കാലഘട്ടത്തെ അറിയാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ഡലത്തിൽ അന്നത്തെ കുത്തോളം മണ്ഡലം എന്ന് പറയുമ്പോൾ അന്ന് മട്ടന്നൂരിൽ തുടങ്ങിയിട്ട് കരിയാട് വരികയായിരുന്നു. അന്ന് 9 പഞ്ചായത്തിലും 9 PSP എന്ന മുദ്രാവാക്യവുമായിട്ട് ഞങ്ങളൊക്കെ തന്നെ പോകുമ്പോൾ അതൊരു ആവേശം തന്നെയായിരുന്നു അന്ന് 9 പഞ്ചായത്തിലും. ആ 9 പഞ്ചായത്തിലെ 5 പ്രസിഡന്റുമാർ, നമ്മുടെ KMCP സാഹിബ് അടക്കം ഉള്ള 5 പ്രസിഡന്റുമാർ, അന്നത്തെ ഏറ്റവും കരുത്തരായ VP അബ്ദുള്ള സാഹിബ്, VP അഹമ്മദ് ഹാജി, മുണ്ടോളം പരിഹരിക്കാൻ ഒക്കെ തന്നെ അന്നത്തെ ഏറ്റവും ഞങ്ങളുടെയൊക്കെ തന്നെ ഏറ്റവും നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ സഖാക്കളായിരുന്നു. അതൊക്കെ തന്നെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ലെങ്കിലും ഇന്നും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ RJD എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാം. ഇതൊക്കെ കൂടിച്ചേരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ചന്ദ്രൻ മാസ്റ്ററുടെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നത്.
ആ പുസ്തകത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഓരോ കാലത്തും അവർ നമ്മൾ നയിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ മനസ്സിൽ നിന്ന് നമ്മൾ മാറ്റാൻ സാധ്യമല്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ വന്നു ചേർന്നുകൊണ്ട് HV കമ്പത്തടക്കം അല്ലെങ്കിൽ ശ്രീകേട്ടനടക്കം ഒക്കെ തന്നെ ഇവിടെ വന്നു ചേർന്നുകൊണ്ട് നമുക്ക് വേണ്ട ധൈര്യം തന്നുകൊണ്ട് മുന്നോട്ട് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നാലും അതൊക്കെ തന്നെ ഒരു കാലഘട്ടമാണ്. സൂഫി സാഹിബൊക്കെ തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ നല്ല വാഗ്മിയായിട്ടും അതോടൊപ്പം നല്ല പ്രവർത്തകനായിട്ടും ഒക്കെ തന്നെ തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് ഒരു കലാപവും ഉണ്ടാവാൻ പാടില്ല എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഉമ്മറൂട്ടി മൗലവി സാഹിബ് അടക്കം പള്ളികൾക്ക് കാവൽ, അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുകയും നമ്മളൊക്കെ തന്നെ പള്ളികൾക്ക് കാവൽ നിൽക്കുകയും ഞാനും ചന്ദ്രമാഷും ഒക്കെ തന്നെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ സ്നേഹവും സമ്പാദ്യവും ഒക്കെ തന്നെ നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതൊക്കെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട ചന്ദ്രൻ മാസ്റ്റർ എഴുതിച്ച ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അത് വായിക്കാനും വായിച്ചുകൊണ്ട് അതിലെ കാര്യങ്ങളുമായി മനസ്സിലാക്കാനും കഴിയുന്ന രൂപത്തിലേക്ക് എല്ലാവരും അത് വാങ്ങിച്ച് വായിക്കണം എന്ന വിനിയോഗത്തോടുകൂടിയുള്ള അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ബഹുമാന്യനായ സെബാസ്റ്റ്യൻ പോൾ അവരുടെ വിനിയോഗം ക്ഷണിക്കുന്നു. വളരെ മഹത്തരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ ബി കുഞ്ഞിരാമാട്ടിന് പുസ്തകം നൽകിക്കൊണ്ട് ഈ ഒരു മഹത്തരമായ ചടങ്ങ് നടത്തിയിരിക്കുന്നു. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന ചന്ദ്രൻ മാഷയുടെ പുസ്തകമാണ് പ്രകാശനം നിർവഹിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ പാർട്ടിയുടെ പേരിൽ അധികാരത്തിലിരിക്കുന്ന 5 രാജ്യങ്ങൾ ഞങ്ങളുടെ കൊണ്ടുപോയ ഗൈഡ് ബസ്സിൽ കയറി അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ ഈ മനോഗതം അറിഞ്ഞിട്ട് എന്ന പോലെ, അയാളോടൊന്നും പറഞ്ഞിട്ടല്ല പറഞ്ഞത്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ്, ഞങ്ങൾ സോഷ്യലിസ്റ്റാണ്. അത് പറയുന്നത് ഹോച്ചിമിൻ സിറ്റിയിൽ നിന്നാണ്. ഹോച്ചിമിൻ സിറ്റി എന്ന് പറഞ്ഞാൽ പഴയ സെയ്ഗോൺ ആണ്. പഴയ സെയ്ഗോൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കൊപ്പം ഉത്തര വിയറ്റ്നാമിനെതിരെ യുദ്ധം ചെയ്യാൻ കൂടിയ ദക്ഷിണ വിയറ്റ്നാം. അപ്പോൾ ഇന്ന് അത് ഉത്തര വിയറ്റ്നാമിന്റെ ഭാഗമാണ്, ഏകീകൃത വിയറ്റ്നാമാണ്, കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമാണ്. അവിടെ രാഷ്ട്രത്തിന്റെ ചെങ്കൊടിക്കൊപ്പം, ദേശീയ പതാകയായ ചെങ്കൊടിക്കൊപ്പം പാർട്ടിയുടെ ചെങ്കൊടിയും എല്ലാ കെട്ടിടങ്ങളിലും കാണാം. അപ്പോൾ ആ ടൂറിസം ട്രാവൽ ഗൈഡ്, ടൂറിസ്റ്റ് ഗൈഡ് ലീ എന്നാണ് അയാളുടെ പേര്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ല സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത് പല ആലോചനകൾക്കും വഴിതെളിക്കാവുന്ന ഒരു പ്രസ്താവനയായി എനിക്ക് തോന്നി. സോഷ്യലിസം എന്നത് സമാദരണീയമായ ഒരു രാഷ്ട്ര തത്വമായി കുറെ നൂറ്റാണ്ടുകളായി നമ്മുടെ മുന്നിലുണ്ട്. അതിനൊരു ചരിത്രമുണ്ട്, വർത്തമാനമുണ്ട്, ഭാവിയുമുണ്ട്. സോഷ്യലിസത്തിന് പല വകഭേദങ്ങളുണ്ട്. അതിലൊന്നാണ് മാർക്സിസം. കൂടുതൽ ജനപ്രീതി ആർജിച്ചതും വിജയം കൈവരിച്ചതുമായ സോഷ്യലിസ്റ്റ് ആഖ്യാനമാണ് മാർക്സിസം എന്ന് പറയുന്നത്. വേറെയും പല തരത്തിൽ ഉള്ള വകഭേദങ്ങളും രൂപാന്തരങ്ങളും എല്ലാം ആ പ്രത്യയശാസ്ത്രത്തിനുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ നമ്മുടെ രാഷ്ട്രത്തെ വിശേഷിപ്പിക്കുന്നത് സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാഷ്ട്രം എന്നാണ്, റിപ്പബ്ലിക് എന്നാണ്. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അതാണ് നമ്മുടെ രാഷ്ട്രത്തിനുള്ള വിശേഷണം. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ സോഷ്യലിസത്തിന്റെ ചരിത്രം കുറെ ദൈർഘ്യമുള്ളതാണ്. അതിന്റെ പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ സോഷ്യലിസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ തീവ്ര വലതുപക്ഷം അല്ലെങ്കിൽ മതദേശീയതയിൽ അധിഷ്ഠിതമായ തീവ്ര വലതുപക്ഷം എന്നൊക്കെ നമ്മൾ വിമർശിക്കുന്ന BJPക്ക് പോലും സോഷ്യലിസത്തെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കഴിയില്ല.
അവരവരുടേതായ ഒരു വ്യാഖ്യാനം നൽകി അവരും തങ്ങളും സോഷ്യലിസ്റ്റാണ് എന്ന് പറയും. ഈയിടയ്ക്ക് വി ഡി സതീശന്റെ പ്രസ്താവന കണ്ടു, ഞങ്ങളുടെ മനോഭാവവും സോഷ്യലിസ്റ്റ്, ഞങ്ങളുടെ നയവും സോഷ്യലിസ്റ്റാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും തങ്ങളുടേത് എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ തത്വശാസ്ത്രം, അതാണ് സോഷ്യലിസം എന്ന് പറയുമ്പോൾ എല്ലാ ജനതകളെയും ഉൾക്കൊള്ളുന്നതിനുള്ള ഒരു പ്രാപ്തി ആ പ്രത്യയശാസ്ത്രത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലെ സോഷ്യലിസത്തിന്റെ ചരിത്രം വളരെ ആവേശമുണർത്തുന്ന ഒന്നാണ്. അതിപ്രഗത്ഭരായ സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. നമുക്കൊരു റാം മനോഹർ ലോഹിയ ഉണ്ടായിരുന്നു, നമുക്കൊരു ജയപ്രകാശ് നാരായൺ ഉണ്ടായിരുന്നു. സമാദരണീയരായ ഒട്ടേറെ പേരുകൾ സോഷ്യലിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാൻ കഴിയും. പലതരത്തിലുള്ള സന്ദർഭങ്ങളെ ധീരതയോടെ നേരിട്ട് അവയൊക്കെ അതിജീവിച്ച ചരിത്രമാണ് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത്. 1974 അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഇന്ദിരാഗാന്ധിക്ക് പകരം ഇവിടെ ആരുണ്ട്, ഇന്ദിരാഗാന്ധി മാറിയാൽ പ്രധാനമന്ത്രിയാകാൻ ആരുണ്ട് എന്നൊരു ചോദ്യം ദീർഘനാൾ ഉത്തരം കിട്ടാതെ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലഞ്ഞു നടന്നിരുന്നു. ആലോചിച്ചു നോക്കിയാൽ ആരുമില്ലായിരുന്നു അന്ന്. അപ്പോഴാണ് ഇന്ത്യയെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് റെയിൽവേ പണിമുടക്കുണ്ടായത്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഇന്ത്യയിലെ മൊത്തം തീവണ്ടികൾ പണിമുടക്കുക എന്ന് പറഞ്ഞാൽ. ആ സമരത്തിന് നേതൃത്വം നൽകിയത് ജോർജ് ഫെർണാണ്ടസ് എന്ന സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ദിരയ്ക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് ഇത് ഒരു ഉത്തരം. അത് ജോർജ് ഫെർണാണ്ടസ് സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. സോഷ്യലിസ്റ്റ് നേതാവ് ഒടുവിൽ BJPയുടെ പാളയത്തിൽ ചെന്ന് പെട്ടുപോയി എന്നുള്ളത് അതും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് സംഭവിക്കുന്ന ഈ അപജയത്തിന് ഒരു ദൃഷ്ടാന്തമാണ്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് നേതാക്കളെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം ഈ പ്രാദേശിക ചരിത്ര രചനയാണ്. രാഷ്ട്രീയം മാത്രമല്ല, പ്രാദേശികമായി സ്കൂൾ വിദ്യാർത്ഥികളെ പോലും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രാദേശിക ചരിത്ര രചന നടക്കുന്ന കാലമാണ്. അത് വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. കുട്ടികൾ പുറത്തിറങ്ങി മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഒക്കെ കണ്ട് പഴയ ചരിത്രം മനസ്സിലാക്കി അത് അവരുടെ നാടിൻ്റെ, അവരുടെ ഗ്രാമത്തിൻ്റെ ചരിത്രമായി മാറുകയാണ്. ഇവിടെ ചന്ദ്രൻ മാസ്റ്റർ എഴുതിയിരിക്കുന്ന പുസ്തകം, അതിൻ്റെ ശീർഷകം കണ്ടാൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന് മാത്രം വായിച്ചാൽ അത് ഇന്ത്യൻ സോഷ്യലിസത്തെ മൊത്തത്തിൽ അവലോകനം ചെയ്യുന്ന ഒന്നായി തോന്നിയേക്കാം. പക്ഷെ അതൊരു പ്രാദേശിക ചരിത്രമാണ്. സോഷ്യലിസത്തിന്റെ അവസാനത്തെ സ്തംഭങ്ങൾ, ഇളകാതെ നിന്ന തൂണുകൾ, അത് കേരളത്തിന്റെ വടക്കൻ ഭാഗത്തായിരുന്നു എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് നിങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത്, കണ്ണൂർ ഉൾപ്പെടെ. സോഷ്യലിസത്തിൽ നിന്നാണ് വാസ്തവത്തിൽ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആരംഭം ഉണ്ടാകുന്നത്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വളരെ പ്രതീക്ഷ നൽകിക്കൊണ്ട്, ശോഭനമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ട് ഇവിടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പുഷ്കലമായി നിന്ന ഒരു കാലം, നമ്മുടെ രാഷ്ട്രീയത്തെ സജീവമാക്കിയ ഒരു കാലം. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോൾ നമ്മൾ ഉത്തരം കാണേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ 1977 തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ജയിച്ചത് അത് തങ്ങളുടെ അല്ലെങ്കിൽ BJPയുമായി കൂട്ടിച്ചേർന്നതുകൊണ്ടാണ് എന്ന് ഈ ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസ് വക്താക്കൾ പറയുന്നത് കേൾക്കാറുണ്ട്. നമ്മളത് എത്ര വിശദീകരിച്ചു കൊടുത്താലും ആ ചരിത്രം മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ആ യുവാക്കൾക്ക് ഒന്നും മനസ്സിലാവില്ല.
അന്ന് പിണറായി വിജയന് തുണയായി നിന്നത് ജനതാ പാർട്ടി ആയിരുന്നു. ആ ജനതാ പാർട്ടിയുടെ മലബാറിലെ ശക്തി ദുർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന നേതാക്കന്മാരാണ്. അവിടെ അരങ്ങൽ ശ്രീധരനുണ്ട്, എം പി വീരേന്ദ്രകുമാറുണ്ട്, PR കുറുപ്പുണ്ട്, അങ്ങനെ ഒട്ടേറെ പേരുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ വല്ല പ്രതീക്ഷയോടെ കണ്ട ആ പ്രസ്ഥാനമൊക്കെ എവിടെ വരെ എത്തി. ഞാനിപ്പോൾ നേരത്തെ ജോർജ് ഫെർണാണ്ടസിന്റെ കാര്യം പറഞ്ഞതുപോലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അവരൊക്കെ ഈ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ ഉൽപ്പന്നങ്ങളാണ്. അവരിപ്പോൾ എവിടെ എത്തി? രാഷ്ട്രീയമായി ആത്മഹത്യ ചെയ്തുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ രാജ്യസഭയിലേക്ക് പോകുന്നു എന്നാണ് വാർത്ത കണ്ടത്. ജപ്പാനിൽ ഹരാക്കിരി എന്നൊരു വാക്കുണ്ട്. ഹരാക്കിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ സ്വയം കുത്തി മരിക്കുക, ആത്മഹത്യ. അവർ ജപ്പാൻ ഭാഷയിൽ എല്ലാ ആത്മഹത്യയും ഹരാഗിരിയല്ല. നമ്മുടെ ആത്മാഭിമാനം നഷ്ടമാകുന്നു എന്ന് തോന്നുന്നു, അത് വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് തോന്നിയാൽ ജപ്പാനിൽ യോദ്ധാക്കളും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഏതാണ്ട് ആ അവസ്ഥയിലായി അദ്ദേഹത്തിന്റെ സോഷ്യലിസം. അങ്ങനെ ഇത്രമാത്രം വൈവിധ്യത്തോടെ ഇത്രമാത്രം ശാഖകൾ വിന്യസിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യ ഒട്ടുക്ക് ഒരു ഇടം നേടാനും കഴിഞ്ഞിട്ടുണ്ട്, സ്ഥാനം നേടാനും കഴിഞ്ഞിട്ടുണ്ട്. ജനതാ പാർട്ടികളുടെ 1977 ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് ഞാൻ. പിന്നീട് അകന്ന് ജനതാദൾ ആയപ്പോഴും ഞാനതിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മറ്റു ചില സാഹചര്യങ്ങളിലൂടെ അങ്ങനെ പോയി. അപ്പൊ എന്നെങ്കിലും ഒരിക്കലും ഈ ജനതാ പരിവാർ സാധ്യമാകും എന്നൊരു പ്രതീക്ഷ പലപ്പോഴും ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് സാധ്യമാകും എന്ന് തോന്നുന്നില്ല. പക്ഷെ ആ ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ലാത്തതാണ്. എന്താണ് സോഷ്യലിസം എന്നും നിങ്ങളുടെ മലബാറിലെയോ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് സോഷ്യലിസം. നീതിപൂർവകമായ ഒരു ജീവിതം, സമൂഹം. അതുകൊണ്ടാണ് ഈ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി എന്നൊരു പ്രയോഗം വന്നപ്പോൾ അത് ആ സോഷ്യലിസ്റ്റ് പശ്ചാത്തലത്തിലാണ് അത് വികസിതമായത്. VP സിംഗ് അതിന്റെ ഭാഗമായിരുന്നില്ലെങ്കിലും VP സിംഗിന് ശക്തമായ പിന്തുണ നൽകിയിരുന്നത് ലാലു പ്രസാദ് യാദവ്, നിതീഷ് കുമാർ തുടങ്ങിയ ആളിലൊക്കെയായിരുന്നു. ജയപ്രകാശ് നാരായണന്റെ അനുയായികളും ജയപ്രകാശ് നാരായണന്റെ രാഷ്ട്രീയ ഉൽപ്പന്നങ്ങളുമായിരുന്നു ആ പറഞ്ഞ നേതാക്കന്മാർ. അതിൻ്റെതായ ഒരു സത്ഫലം ഇവിടെയും കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ വടക്കൻ മലബാറിൽ മാത്രമല്ല, അങ്ങ് തെക്കോട്ട് വരുമ്പോഴും എൻ്റെ നാട്ടിൽ വരുമ്പോൾ മത്തായി മാഞ്ഞിരാൻ എന്നൊരു സോഷ്യലിസ്റ്റ് നേതാവ്, അദ്ദേഹത്തിന് പാർട്ടി തന്നെ ഉണ്ടായിരുന്നു, കേരള സോഷ്യലിസ്റ്റ് പാർട്ടി. കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പുസ്തകം എഴുതുന്നതെങ്കിൽ മത്തായി മാഞ്ഞിരാന് അതിൽ ധാരാളം പേജുകൾ മാറ്റിവെക്കേണ്ടി വരും. മത്തായി മാഞ്ഞിരാന്റെ KSPയിൽ നിന്ന് വിഘടിച്ചു പോയവരാണ് RSP രൂപീകരിച്ചത് അങ്ങനത്തെ കൊല്ലത്തി എന്നപ്പോൾ. അതും സോഷ്യലിസമാണ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നാണ്. അതിനു മുമ്പ് PSP, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ട്. 1960 പഞ്ചാബ് ഗവർണറായി പോയ പട്ടം തനുപിള്ള. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ആഴത്തിൽ കരുത്തോടെ വേരോടിയ ഒരു പ്രസ്ഥാനമായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കൂടെ ചില വിവരങ്ങൾ, ഒരു വിദ്യാഭ്യാസം നമുക്ക് നൽകേണ്ടതുണ്ട്. അടിയന്തരാവസ്ഥ 50 വർഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പ്രഖ്യാപനം. 1975 ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു. പക്ഷെ നമുക്ക്
അടിയന്തരാവസ്ഥ എന്നത് അറിയപ്പെടാത്ത അല്ലെങ്കിൽ വിസ്മൃതമായി പോയ ചരിത്രമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ചാനൽ ചർച്ചയിലൊക്കെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ അത്രേ അവർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളൂ, പറയുമ്പോൾ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാത്തത്. പക്ഷെ അങ്ങനെ വിട്ടുകളയാനുള്ളതല്ല, മറവിക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല രാഷ്ട്രീയ ചരിത്രം. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ചരിത്രം എന്താണ്? മറ്റൊരു ലളിതമായ വാക്കുകൾ എപ്പോഴും കേൾക്കുന്നത് ഉപയോഗിച്ചാൽ, നമ്മൾ എങ്ങനെ നമ്മളായി എന്ന് അറിയുന്നതിനുള്ള ചില പാഠങ്ങൾ അത് കൂടെ നൽകിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു ജനതയ്ക്ക് അപകടകരമായ മാന്യത സംഭവിക്കും. അവിടെയാണ് ചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന ഒരു മേഖലയിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെ പരിണമിച്ചു എന്നതിനെക്കുറിച്ച് സാധാരണഗതിയിലൊരു യൂണിവേഴ്സിറ്റി ഗവേഷണ വിദ്യാർത്ഥികളൊക്കെ ചെയ്യേണ്ട ജോലിയുടെ രീതിയിലും മാതൃകയിലും ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. പുസ്തക പ്രകാശനം നടന്നത് ഈ വേദിയിലാണ്. നേരത്തെ എനിക്ക് ഈ പുസ്തകം കിട്ടിയതുമില്ല. ഞാൻ ഉച്ചയ്ക്ക് പാനൂരിലെത്തിയതിനു ശേഷം പുസ്തകം കണ്ടു, ചില ഭാഗങ്ങളൊക്കെ മറിച്ചു നോക്കി. അപ്പൊ അത്തരമൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആവശ്യം വേണ്ടതായ ഒരു നിരീക്ഷണ പാഠവും ഒരു ഗവേഷണ ചാതുരി, എല്ലാറ്റിനുപരിയായി അത് വായിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഭാഷാശൈലി, അതെല്ലാം ഉത്തമമായ പുസ്തകമാണ് ചന്ദ്രൻ മാസ്റ്ററുടേത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് പ്രിസം ബുക്സാണ്. പ്രസത്തെക്കുറിച്ച് നിങ്ങളുടെ MLA ഒരു തമാശ പറഞ്ഞത് PRism ആണെന്ന് പറഞ്ഞു. PRISM എന്ന ഇംഗ്ലീഷ് വാക്കാണ് പ്രസവെങ്കിലും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയും വായിക്കാമെന്ന് പറഞ്ഞു. PRism എന്ന് പറഞ്ഞാൽ ശരിയാണ്. അദ്ദേഹം PR കുറിപ്പ് ഏതൊരു രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന് വേണ്ടി പ്രവർത്തിച്ചുവോ ആ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പുസ്തകങ്ങൾ പ്രിസം ബുക്സിലൂടെ പുറത്തു വരുന്നത് നല്ലതാണ്. തുടർന്നുകൊണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ ചരിത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ചരിത്ര വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മപ്പെടുത്തേണ്ടവർക്ക് തന്നെ ഓർമ്മയില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരം പുസ്തകങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. ഇനി ഓർമ്മപ്പെടുത്തേണ്ടവർക്ക് തന്നെ ഓർമ്മയില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലം എന്ന് പറഞ്ഞത് അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം എത്തിയപ്പോൾ കേരളത്തിൽ അത് യാതൊരു ചലനവും സൃഷ്ടിക്കാതെ ആ സംഭവം കടന്നുപോയി എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയെല്ലാം മറക്കാനുള്ളതല്ല. ജനാധിപത്യം നിലനിൽക്കുന്നത് ഓർമ്മകളിൽ കൂടിയാണ്. ആ ഓർമ്മകളെ സമ്പുഷ്ടമാക്കുന്ന പ്രവർത്തനമാണ് ചന്ദ്രൻ മാസ്റ്റർ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് തത്തുല്യമായ ഗ്രന്ഥങ്ങൾ ഇനിയും എഴുതുന്നതിനുള്ള അവസരമുണ്ടാവട്ടെ. മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും ആലോചനകളും പഠനങ്ങളും ഒക്കെ നടത്തുന്നതിന് അത് പ്രേരകമായി തീരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം മാറിയ അതിൻ്റേതായ ഈ പുസ്തകത്തിന് ഏറ്റുവാങ്ങി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇത് ഈ ചടങ്ങ് നിർത്തുന്നു. ഇന്ന് പാലൂരിൽ വെച്ച് നടക്കുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന താങ്കളുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു. എന്നാൽ പാർട്ടിയുടെ ഒരു അടിയന്തര യോഗം ഇന്ന് ഇവിടെ നടക്കുന്നതിനാലും അതിൽ എന്റെ സാന്നിധ്യം അനിവാര്യമായതിനാലും അവിടെ എത്തിച്ചേരാനാവില്ലെന്ന കാര്യം ഖേദപൂർവ്വം അറിയിക്കട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ 4 വഴികൾ വിശദമാക്കുന്ന പുസ്തകം വായനക്കാർ ഏറ്റെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചടങ്ങിൽ എല്ലാ ആശംസകളും നേരുന്നു. താങ്കളുടെ പ്രവർത്തനങ്ങൾ സജീവമായി തുടരട്ടെ എന്നും പ്രത്യാശിക്കുന്നു. ആദരവോടെ MV ശ്രേയംസ് കുമാർ, പ്രസിഡന്റ്, രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി. ശ്രീ KP മോഹനേട്ടൻ പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിച്ച മാധ്യമരംഗത്തെ അനന്യ വ്യക്തിത്വത്തിനുടമയായ
ലോക്സഭാംഗവും നിയമസഭാംഗവും ഒക്കെ ആയിരുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർ പുസ്തകം സ്വീകരിച്ച സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതൃനിരയിലുണ്ടായിരുന്ന വി കുഞ്ഞിരാമട്ടൻ, രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖരായ നേതാക്കളെ പുസ്തകം രചിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ KP ചന്ദ്രൻ മാസ്റ്റർ, സ്വാഗതം ആശംസിച്ച രവീന്ദ്രൻ കുന്നത്ത്, സംഘാടക സമിതിയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഖാക്കളെ, സഹൃദയരായ സുഹൃത്തുക്കളെ, KP ചന്ദ്രൻ മാസ്റ്റർ രചിച്ച സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന പുസ്തകം ആദരണീയനായ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. പണിയെ സംബന്ധിച്ചിടത്തോളം ഭൂതകാല സ്മരണകളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇംഗ്ലീഷിലും ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലുമൊക്കെ തന്നെ മലയാളത്തിലടക്കം നിരവധി ഗ്രന്ഥങ്ങൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. മലബാറിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രചാരത്തിലിരുന്ന പുസ്തകങ്ങൾ KVN പണിക്കരുടെയും പ്രശാന്ത് മിത്രന്റെയും മനയത്തിയന്റെയും വർഗീസ് ജോർജിന്റെ പ്രസമാന പുസ്തകം പ്രസിദ്ധീകരിച്ചത് എല്ലാവരുടെ കൈകളിലും എത്തിയിട്ടുള്ളതാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ധീരനായ നേതാവായിരുന്ന സഖാവ് PR-ന്റെ ആത്മകഥ എന്റെ നാടിന്റെ കഥ എന്റെയും, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖനായിരുന്ന KNCP സാഹിബിന്റെ നേർക്കുനേരെ ഒരു ജീവിതം എന്നതും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്നിട്ട പ്രയാണ കഥകൾ, പ്രയാണ പദങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. എന്നാൽ സെബാസ്റ്റ്യൻ പോൾ സർ പറഞ്ഞതുപോലെ ഈ സോഷ്യലിസ്റ്റ് ചരിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 1934 മുതൽ 77 വരെയുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കഥയാണ് പറയുന്നതെങ്കിലും കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന്റെ, പ്രത്യേകിച്ച് പഴയ പെരിയാർ നിയോജക മണ്ഡലത്തിന്റെ ഈ പാനൂർ ഭൂമികയുടെ പ്രാദേശിക ചരിത്രമാണ് ഇതിൽ അനാവൃതമാകുന്നത് ഭൂരിഭാഗവും. അതൊരുപക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യതിരിക്തമായ ഒരു ചരിത്രമായി നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഭീഷ്മാചാര്യം എന്ന് വിശേഷിപ്പിച്ചിരുന്ന, ഒരുപക്ഷെ സമരോത്സവ നേതൃത്വത്തിന് ഏറ്റവും വലിയ കരുത്ത് പകർന്ന സഖാവ് PR-ന്റെ നിഴലായി 6 പതിറ്റാണ്ടുകാലം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച, വാക്കും പ്രവൃത്തിയും കർമ്മവും സോഷ്യലിസ്റ്റ് ദർശനമായി ഉൾക്കൊണ്ട KP ചന്ദ്രൻ മാസ്റ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ യോഗ്യതയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിലുള്ള പരിചയമാണ് ഈ കൃതി എഴുതപ്പെട്ടതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്ന് ഞാൻ കരുതുകയാണ്. 5 അധ്യായങ്ങളായി ഞാൻ ദീർഘിച്ച് സംസാരിക്കില്ല, കാരണം ഒരു പുസ്തകം എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ഒരു ഹൃദയ സംവാദമാണ്. അതിനിടയിൽ മൂന്നാമതൊരാളുടെ ആവശ്യമില്ല. ഈ പുസ്തകം പ്രത്യേകിച്ചും പഴയകാല സോഷ്യലിസ്റ്റ് പ്രവർത്തകർക്കൊരു വൈകാരിക അനുഭൂതിയും പുതിയ തലമുറയിലെ ചരിത്രാന്വേഷകർക്കൊരു പുതിയ പാഠങ്ങൾ നൽകുന്ന ഒരു പുസ്തകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 5 ഭാഗങ്ങളായി തരംതിരിക്കപ്പെട്ട പുസ്തകത്തിൽ ആദ്യത്തെ ഭാഗം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ദേശീയ തലത്തിലുള്ള ഉത്ഭവം മുതൽ 1977 വരെ ദേശീയ ചരിത്രമാണ് ആദ്യത്തെ ഭാഗത്ത് ഉൾക്കൊണ്ടിട്ടുള്ളത്.
ഈ രണ്ട് വാക്കുകൾ പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തോട് ഏറെ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ചന്ദ്രമാസ്റ്റർ എഴുതിയത് വായിച്ചപ്പോൾ വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ച ഒരാശയം. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. പക്ഷെ അതിനു മുമ്പ് തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സോഷ്യലിസ്റ്റ് നേതാക്കളുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ആചാര്യ നരേന്ദ്രദേവും ഡോക്ടർ രാം മനോഹർ ലോഹിയും ജയപ്രകാശ് നാരായണനും യൂസഫ് മെഹ്റാജ് തുടങ്ങിയ നേതാക്കൾ, മഹാത്മജി നരേന്ദ്രദേവിനെ ആചാര്യ എന്ന് ചേർത്തേ വിളിക്കാറുള്ളൂ. മഹാത്മജി സോഷ്യലിസ്റ്റ് നേതാക്കളെ കുറിച്ച് പറഞ്ഞത് സമരപഥത്തിലെ ധീര യോദ്ധാക്കളുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചിട്ടും സ്വാതന്ത്ര്യ സമരപഥത്തിൽ ഏറ്റവും ശക്തമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് സമര നേതൃത്വം നൽകിയത് സോഷ്യലിസ്റ്റ് നേതാക്കളായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ, ക്വിറ്റ് ഇന്ത്യ എന്നീ മുദ്രാവാക്യങ്ങൾ സോഷ്യലിസ്റ്റ് നേതാക്കളിൽ നിന്നാണ് വന്നതെന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട്. അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചപ്പോഴും സത്യത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടം പോലും അമ്പരന്നു പോയെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴി തുറന്നത് ആ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. നമ്മുടെ ചരിത്രത്തിലേക്കല്ല പോകുന്നത്. 1948 നാസിക്കിൽ വെച്ച് സോഷ്യലിസ്റ്റ് പാർട്ടി സംഘടനാ രൂപത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. പിന്നീടുള്ളത് അടിയന്തരാവസ്ഥ കാലമാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്തും. 1971 തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം നഷ്ടപ്പെട്ടു പോയപ്പോൾ രാജ്യം മുഴുവനും അതിശക്തമായ പ്രതിഷേധങ്ങൾ നിരമ്പി. ഇന്ദിരാഗാന്ധി രാജിവെക്കണം. അതേ കാലത്താണ് ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ആകാശം ബീഹാറിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യ മുഴുവനും വിജയപേരി നൽകിയത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു 1975 ജൂൺ 25. നമ്മുടെ നേതാക്കളൊക്കെ ജയിലിലായി. ഭൂരിപക്ഷ നേതാക്കളും കണ്ണൂരിൽ അലീസുകരനും വീരേന്ദ്രകുമാറും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനൊക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അന്നത്തെ ജനതാ സഖ്യം 386 സീറ്റുകൾ നേടി മൊറാർജി ദേശായി അധികാരത്തിൽ വന്നു. പിന്നീടാണ് ജനതാ പാർട്ടി, 4 വ്യത്യസ്ത ദർശനങ്ങൾ ഉണ്ടായിരുന്ന പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടിയും സംഘടനാ കോൺഗ്രസും ഭാരതീയ ലോക്ദളും ജനസംഘവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിച്ചത്. സത്യത്തിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അവസാനം അവിടെ വെച്ചാണ് തുടങ്ങുന്നത്. ഞാൻ പറയുന്നത് അവസാനം ആലങ്കാരികമായിട്ടാണ്. പിന്നീട് 2.5 വർഷം മാത്രമാണ് മൊറാർജി ദേശായിക്ക് അധികാരത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത്. ദൈവാംഗത്വ പ്രശ്നമൊക്കെ വന്നു. ഞാനവിടെ നിർത്തുകയാണ്. അപ്പൊ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ സോഷ്യലിസ്റ്റുകൾക്കുണ്ടായിരുന്ന സ്വാധീനം പിന്നീടുണ്ടായത് നമ്മുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നേതാക്കളുടെ പേരിലും മറ്റ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായി. അധികാരത്തിന്റെ ശീതളച്ചായയിലേക്ക് പോകപ്പെടുമ്പോൾ ആദർശാഭിമുഖ്യം നഷ്ടപ്പെടുമെന്ന് സെബാസ്റ്റ്യൻ കോസാറൊക്കെ എപ്പോഴും പറയുകയാണ്. ഏതായാലും അത്തരത്തിലുള്ളൊരു ദുർഗതിയിലേക്ക് ഒരുപക്ഷെ ബീഹാറിൽ ഈ വർത്തമാനകാലത്ത് പോലും ഉണ്ടായത് അത്തരത്തിലുള്ളൊരു മാറ്റമായിരിക്കാം. ഞാൻ ആ ഭാഗം പരാമർശിക്കുന്നില്ല. കേരളത്തിലേക്കാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം 48 മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. വിശദമായി പറയുന്നില്ല. സോഷ്യലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വിശ്വരായ ജനങ്ങളെ ഏകോപിപ്പിക്കാനായിരുന്നു. തിരുവനന്തപുരത്ത് രൂപ രാമകൃഷ്ണപിള്ള ആ 3 ജില്ലകളിലെ തോട്ടുകളെയാണ് സംഘടിപ്പിച്ചത്. എന്നവർക്ക് സംഘടനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ AP കൃഷ്ണൻ അദ്ദേഹം തെരുവിലുള്ള ജീവിതങ്ങളെയും കോട്ടത്തൊഴിലാളികളെയും അലക്കുതൊഴിലാളികളെയുമാണ് സംഘടിപ്പിച്ചത്. തലശ്ശേരിയിലെ OK വാസുവേട്ടൻ അതുപോലുള്ള ആളുകളെ സംഘടിപ്പിച്ച് വിശ്വരായ ജനപക്ഷത്ത് നിന്ന് അവിടെ ഡോക്ടർ രാം മനോഹർ ലോഹിയുടെ ഒരു പ്രശസ്തമായ ഒരു വാക്കുണ്ട്. ഒരു സോഷ്യലിസ്റ്റ് യോദ്ധാവിന്റെ 2 കണ്ണുകളിൽ ഒരു കണ്ണിൽ
ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ തീജ്വാല അണിയാതെ കാത്തു സൂക്ഷിക്കണം. എന്നാൽ മറ്റേ കണ്ണിൽ അനുകമ്പയുടെയും കാരുണ്യത്തിന്റെയും കണ്ണുനീർ പ്രവഹിക്കപ്പെടണം. അത് നല്ല വാചകമല്ലേ? ഒരു മനുഷ്യൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും കൂടെ നിൽക്കുമ്പോൾ തന്നെ ഈശ്വരായ മനുഷ്യരുടെ കൂടെ നിൽക്കണം എന്നൊരു വലിയ സന്ദേശം. അവിടെയാണ് നമ്മുടെ പ്രാദേശിക ചരിത്രം ആരംഭിക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുപോലെ ഞാൻ അത് കൂടുതൽ വിശദമായിട്ടല്ല പറയുന്നത്. ചില സൂചനകൾ തീർച്ചയായും ഈ സമരപഥങ്ങളിലൊക്കെ നിന്ന പലരും ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ നടത്തിയിട്ടുള്ള നേതൃനിരയിലുണ്ടായിരുന്ന സമരജ്വാലകൾ ഏറ്റവും വലുത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ നടന്ന സമരങ്ങളിൽ ഏഴിമല ചെങ്കൽപ്പാറയിലുള്ള സമരമാണ്. ആ സമരമൊക്കെ വിജയിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ പാണൂരിന്റെ കുഞ്ഞോളത്തിന്റെ സോഷ്യലിസ്റ്റ് സഖാക്കൾ മനസ്സിൽ മായാതെ കാത്തു സൂക്ഷിക്കുന്ന സമരം കാട്ടാമ്പള്ളി സമരമാണ്. കാട്ടാമ്പള്ളി സമരത്തിലെ 42 കുടിൽക്കെട്ടി താമസിക്കുന്ന തലശ്ശേരിയിൽ കുടിൽക്കെട്ടി താമസിക്കുന്നവർ ചിറക്കലിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട് അവിടെ കുടികെട്ടി പാർക്കുന്നവരെ ഒഴിപ്പിക്കാൻ നടത്തിയിട്ടുള്ള തീവ്രമായ പോലീസ് ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരെ സമരം നടത്തിയത് പിയാറും കുഞ്ഞിരാമൻ നമ്പ്യാറും കുഞ്ഞിരാമക്കുറുപ്പം പോലുള്ള എന്നല്ല തുടങ്ങിയ നേതാക്കളായിരുന്നു. ആ സമരത്തിന്റെ നവംബർ 11 നടത്തിയ സമരത്തിന്റെ തീജ്വാല മുമ്പിൽ പതാകയുമായി നമ്മുടെ നിർമ്മലാണ്ടാട്ടനും ഓർക്കാട്ടയിലെ ഈ പൊക്കേട്ടനുമായിരുന്നു ഉണ്ടായിരുന്നത്. പിയാർ പിറകിലായിരുന്നു. പക്ഷെ RDOവിന്റെ അതിശക്തമായ സ്റ്റോപ്പ് എന്ന വാക്ക് കേട്ടപ്പോൾ പിയാർ ഓടി ആയിരങ്ങളുടെ മുന്നിലെത്തി. അദ്ദേഹം നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് പറഞ്ഞു മാർച്ച്. സമര നേതാക്കൾക്ക് ആവേശം കൊടുത്തുകൊണ്ട് ടിയർ ഗ്യാസുകൾ, വെടിവെപ്പുകളൊക്കെ ഉണ്ടായി. ആ ചരിത്രം ഞാൻ സൂചന മാത്രം പറയുകയാണ്. അവസാനം ആ 42 കുടുംബങ്ങൾക്കും അവിടെ കുടിൽ കെട്ടാനുള്ള സ്ഥലം നൽകപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. വടക്കേക്കളം എസ്റ്റേറ്റിന്റെ വളരെ ദീർഘമായിട്ട് ചന്ദ്രമാസ്റ്റർ എഴുതിയിട്ടുണ്ട്. പനേരി തറവാട്ടുകാരുടെ ഭൂമി പോത്തൻ ജോസഫ് ആൻഡ് സൺസ് വാങ്ങിയത് മുതലുള്ള തരിശായിരുന്ന ഭൂമിയെ ഇളകളും എഴുതുകൊണ്ട് പൊന്നാക്കി മാറ്റിയ തൊഴിലാളികൾക്കെതിരെ തീർത്തും ജനത്വത്തിന്റെ സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ സോഷ്യലിസ്റ്റുകൾ പിയാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സമരങ്ങൾ, ദീർഘകാലത്തെ സമരങ്ങൾ, ആ സമരങ്ങളിലൊക്കെ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് വായിക്കാം. അവസാനം 2016 ഫെബ്രുവരി 16 ആദരണീയനായ KP മോഹനന്റെ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹമാണ് ചെറുപ്പറമ്പിൽ വെച്ച് അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് എന്നത് ആ വടക്കേക്കളം എസ്റ്റേറ്റ് സമരത്തിന്റെ ഏറ്റവും വലിയ ചരിത്ര വിജയമാണ്. ആ സമരത്തിൽ അതിന്റെ കൂടെ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് പട്ടയം കൊടുക്കുന്നതിൽ രാഷ്ട്രീയ ഭേദമെന്ന് എല്ലാ നേതാക്കളും ദീർഘകാലമായി ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള സമരമായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് സമരങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരുപക്ഷെ സോഷ്യലിസ്റ്റ് നേതൃത്വം നടത്തിയിട്ടുള്ള പ്രതിരോധത്തിന്റെ, ഒരുപക്ഷെ പ്രതിഷേധത്തിന്റെ നിരന്തരമായ സംഘർഷ ഭൂമികയായിരുന്നു പാനൂർ. ആ സംഘർഷ ഭൂമികയിൽ ഇരുപക്ഷവും നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റിയുടെ പിന്നീട് അത് കെട്ടണങ്ങുകയും പാനൂരിന്റെ ഒരു പ്രത്യേകതയാണ് രാഷ്ട്രീയം എപ്പോഴും പാനൂരിന്റെ വികാസത്തിൽ എപ്പോഴും ഇങ്ങനെ കാർമേഘമടക്കപ്പെടും. കുറഞ്ഞ കാലം കൊണ്ടത് ഇല്ലാതെ പോകും. എപ്പോഴും ഒരു സംഘർഷ ഭൂമികയാണെന്നൊന്നും പറയാനില്ല. പക്ഷെ പ്രക്ഷുബ്ധമായ ഒരു മനസ്സിന്റെ ആത്മസമർപ്പണം നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു ബോധ്യത്തിന്റെ ഭാഗമായിട്ടായിരിക്കും അത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്തപ്പെടാം.
എന്നാലും PR-ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാകും. ഗംഗാധരമാരാർ കോടതി വരാന്തയിൽ വെച്ച് ചുറ്റിലുകൊണ്ട് അടിച്ചപ്പോൾ തലശ്ശേരിയിലേക്ക് ഓടിയെത്തിയ ജനക്കൂട്ടത്തെ കണ്ട് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞത്, ഇത്രയും ജനങ്ങൾ ഒരു ജനനേതാവിനേറ്റ മർദ്ദനത്തിൽ ഇത്രയും ജനങ്ങൾ ഓടിക്കൂടുന്നത് ഒരു വാഹനമൊന്നുമില്ല, നടന്നിട്ടാണ് എത്ര ജനങ്ങളാണ് എത്തിച്ചേർന്നത്. അതൊരു നേതാവിന്റെ ജനപക്ഷത്തോടുള്ള പ്രതിഐക്യമാണ് എന്ന് തോന്നുകയാണ് എന്നാണ് അതിന്റെ വസ്തുത. ജലീലെ സോഷ്യലിസ്റ്റ് പ്രവർത്തനത്തെക്കുറിച്ച് മയ്യനെക്കുറിച്ചും പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുക. ഇവിടെ ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നിയൊരു പ്രത്യേകത, ഈ പുസ്തകത്തിൽ ഒരു അപരവിദ്വേഷത്തിന്റെ സ്വരം എവിടെയുമില്ല. എതിർ രാഷ്ട്രീയക്കാരനെ വിശദമായി വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു വരി പോലുമില്ല. അതൊരു സാംസ്കാരികമായ അല്ലെങ്കിൽ KP ചന്ദ്രൻ മാസ്റ്റർ എന്ന നേതാവിന്റെ ഒരു കൃത്യമായ ബോധ്യത്തിന്റെ ഭാഗമാണ് എന്നെനിക്ക് തോന്നുകയാണ്. മറ്റാരെയും രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ സമാദരണീയമായ ഒരു സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് ചന്ദ്രൻ മാസ്റ്റർ എഴുതിയിട്ടുള്ളത്. മറ്റൊന്ന്, ചന്ദ്രൻ മാസ്റ്റർ ഇതിൽ ഒരു ചരിത്രകാരൻ മാത്രമായി മാറി നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചന്ദ്രൻ മാസ്റ്റർ എല്ലാവരും ഏത് സ്വകാര്യ വാക്കുകളിലായാലും പ്രസംഗങ്ങളിലായാലും ഞാൻ എന്റേത് എന്ന് നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ദുശ്ശീലം നമുക്കൊക്കെ ഉണ്ട്. ചന്ദ്രൻ മാസ്റ്റർ ഈ സമരമുഖങ്ങളിലൊക്കെ അദ്ദേഹം മുന്നണിയിലും പിന്നണിയിലും ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്ത ദൗത്യം എന്ന നിലയിൽ പറഞ്ഞ രണ്ട് കാര്യം മാത്രമാണ്. 1991 പാർട്ടിയുടെ സംസ്ഥാന സമിതി ചേരുമ്പോൾ പിറ്റേ ദിവസം മന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് അനിവാര്യമായ ഘട്ടത്തിൽ ചന്ദ്രൻ മാസ്റ്റർ തന്റെ പിതാവിന്റെ പെട്ടെന്നുണ്ടായ നിര്യാണം മണിക്കൂറുകൾ കൊണ്ട് സംസ്കാരം നടത്തി കാറിൽ തിരുവനന്തപുരത്തേക്ക് ഓടിയെത്തിയ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. മറ്റൊരു സംഭവം ഈ അടുത്ത കാലത്ത് PR അനുസ്മരണ വേദിയിൽ കൈവേലിക്കൽ വെച്ച് അദ്ദേഹം അറിയാതെ പ്രശ്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ നിന്നൊരു സ്ത്രീ, പ്രായമേറിയൊരു സ്ത്രീ പൊട്ടിക്കരയുകയാണ്. ചോദിച്ചപ്പോഴാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കാരുടെ ആ കാലത്ത് രക്തസാക്ഷിയായ VP കുമാറിന്റെ ഭാര്യയായിരുന്നു അത് എന്നറിയുന്നത്. നമുക്ക് പറഞ്ഞു വന്നത്, വേറെ എവിടെയും ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചന്ദ്രൻ മാസ്റ്റർ ഇവിടെ നേരിട്ട് ഈ ചരിത്രകാരന്മാരുടെ ഇടയിലേക്ക് വന്നു ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ അതൊരു മികവോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു ബോധ്യത്തിന്റെ പേരിൽ എഴുതപ്പെട്ട സത്യത്തിന് അത് വായനക്കാരാണ് നിശ്ചയിക്കേണ്ടത്. മറ്റൊന്ന്, ഈ പുസ്തകം ഒരുപക്ഷെ തീർച്ചയായും പാനൂരിന്റെ ഭൂതകാല ചരിത്രത്തെക്കുറിച്ചുള്ള ഒരുപാട് അന്വേഷണങ്ങൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചവർക്ക് ഒരു വൈകാരികാനുഭൂതി പകർന്നു തരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്കിതൊരു മാർഗരേഖ, ഞങ്ങൾ ഇതുവരെ കൊണ്ടുപോയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു മാർഗരേഖ എന്ന് പറഞ്ഞ് നൽകാൻ കഴിയുന്ന ഒരു പുസ്തകം. അതോടൊപ്പം തന്നെ പുതിയ ചരിത്ര അന്വേഷകർക്ക് ഇത് ഭൂതകാലത്തെക്കുറിച്ച് ഒരു പഠനം കൂടി പകർന്നു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും പാനൂരിൽ നിന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിന്നിട്ട പടവുകളെക്കുറിച്ച് ഒരു പുസ്തകം കൂടി പ്രകാശനം ചെയ്യപ്പെടാൻ കഴിഞ്ഞതിൽ പ്രസത്തിനും ഏറെ അഭിമാനമുണ്ട്. ഞാനും ഒക്കെ നിർദ്ദേശിക്കുന്ന നിരന്തരം ആളുകളെ എഴുതാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സ് ഇതിന്റെ പിറകിലെ ഒരു കർമ്മ ശക്തിയാണ്. എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ ലളിതമായാണെങ്കിലും ഈ പുസ്തകം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്മരിക്കുന്നു. സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, KP ചന്ദ്രൻ മാസ്റ്റർ രചിച്ചിട്ടുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന പുസ്തകത്തെ സംബന്ധിച്ച് ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തിക്കൊണ്ട് രാജു കാട്ടുകുളം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. KP ചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളരെ ഹൃദ്യമായ ഭാഷയിലാണ് ഈ പുസ്തകം
രചിച്ചിട്ടുള്ളത്. അദ്ദേഹം പുതിയ തലമുറക്ക് RJDയിൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന പുതിയ തലമുറക്ക് പാനൂരിന്റെ ഗതകാലം, അതുപോലെ കണ്ണൂരിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം എന്ന നിലയിലാണ് ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത്. പുസ്തകത്തിന്റെ എല്ലാ ഉള്ളടക്കത്തിലേക്കും കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല. അത് മറിച്ച് നോക്കിയപ്പോ പ്രധാനമായും പാനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സോഷ്യലിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ചും അതുപോലെ അതിനിടയിൽ ഉയർന്നു വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ രാജമാഷ് പാനൂരിന്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് PR-ഉം KMCP സാഹിബും ഒക്കെ ഇവിടെ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടതിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ പാനൂരിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ചരിത്രവും കൂടിയാണ് ചന്ദ്രൻ മാസ്റ്റർ ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അതാണ് പഠനാർഹമായിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് പാനൂരിന്റെ ചരിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുസ്തകം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ഇതിന്റെ ഉള്ളടക്കം പൂർണ്ണമായി വായിക്കാത്തത് കൊണ്ട് തന്നെ ഒരു പുസ്തക ചർച്ചയുമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. പ്രത്യേകിച്ച് ആശംസ പ്രസംഗം എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ ഒരു സാന്നിധ്യവും മാത്രമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിരവധി പ്രാസംഗികന്മാരിവിടെ ഇനിയും സംസാരിക്കാനുമുണ്ട്. ചന്ദ്രൻ മാഷ് ഒരു നല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം കുന്നോത്തോറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായും ആ ഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായും ഒക്കെ പ്രവർത്തിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രവർത്തിക്കാൻ, ജനപ്രതിനിധിയായി നിൽക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ പ്രവർത്തകനാണ് ഞാനും. വികസന പ്രവർത്തനങ്ങളിലായാലും അതുപോലെ തന്നെ ഇവിടെയുള്ള സഹകരണ മേഖലയിലെ ഇടപെടലിലൂടെയെല്ലാം രാഷ്ട്രീയ രംഗത്തെല്ലാം നിറഞ്ഞു വന്ന ഒരു സാന്നിധ്യവും അതുപോലെ ഒരു വ്യക്തിയുമാണ് ചന്ദ്രൻ മാസ്റ്റർ. ചന്ദ്രൻ മാസ്റ്റർ രചിച്ചുള്ള ഈ പുസ്തകത്തിന് വായിക്കാനും മനസ്സിലാക്കാനും ചന്ദ്രൻ മാസ്റ്റർ കൂടുതൽ പുസ്തകങ്ങൾ രചിക്കാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രമുഖ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞവരെ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ, ആ പാതകളേക്കാൾ കൂടുതൽ ഞാൻ എപ്പോഴും കാണുന്നത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൻ്റെ നാഥൻ PR കുറുപ്പാണ്. സ്വാഭാവികമായും നാഥൻ്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അതൊരു ഒഴുക്കുപോലെ, ആ ഒഴുക്കിനനുസൃതമായി ആ പ്രസ്ഥാനത്തിൽ നീങ്ങിയ മാന്യനായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട ചന്ദ്രാട്ടൻ. വെറും വാക്കുകൾ കൊണ്ട് ചന്ദ്രാട്ടൻ എന്ന് പറയുകയല്ല, പലപ്പോഴും എപ്പോഴും ഒരു സഹോദര സ്നേഹത്തോടുകൂടി പെരുമാറാറുള്ള ഒരു സ്നേഹസമ്പന്നനായ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതപ്രദമായി ഈ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുമ്പോൾ ആ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലെ കുടുംബ ബന്ധങ്ങളിൽ ഒരംഗമായിട്ടുള്ള എനിക്കും അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നത് വലിയ കൃതാർത്ഥതയായി ഞാനിവിടെ രേഖപ്പെടുത്തട്ടെ. പ്രസ്ഥാനങ്ങളോടുള്ള ഏറ്റക്കുറച്ചിലുകളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും പറയുന്നതിൽ വലിയ കാര്യമില്ല. സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വരുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു.
എതിർപ്പുകൾ പലപ്പോഴും വ്യക്തിപരമായുള്ള എതിർപ്പുകളായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നതുപോലെ നമ്മുടെ നിയോജക മണ്ഡലത്തിലും അതിൻ്റെയൊക്കെ അലയടികൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും പല പുസ്തകങ്ങളുമൊക്കെ വായിക്കുന്ന നല്ല എഴുത്തുകാരില്ലാത്തത് കൊണ്ടോ ബുദ്ധിപരമായി ഉയർന്നവരില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്ത് അശോകനെത്തിയെപ്പോലെ ആറന്മണിക്കലത്തിനെ പോലെയൊക്കെ അവരുടെയൊക്കെ പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോൾ അത് വലിയ അറിവിൻ്റെ ഒരു വലിയ കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ മറന്നുപോയ ചില സത്യങ്ങളുണ്ട് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും സമദൂര സിദ്ധാന്തത്തിൽ കണ്ട പ്രസ്ഥാനമാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം. രണ്ടുപേരും കൂടി അടുത്തുകൂടെ അവരോട് അടുക്കാൻ പാടില്ല എന്നുള്ള ഒരു തത്വസംഹിത. അതിൻ്റെ ഇടയിൽ കൂടി വന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് അറിഞ്ഞുകൂടായവ വന്നുപോയിട്ടുണ്ട് എന്നെനിക്കറിയില്ല. പിന്നീടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരം ശക്തികൾ പ്രബലമായി, ആ പ്രബലമായ ശക്തികൾ ആ പ്രാബല്യത്തോടുകൂടി ശക്തമായി നിൽക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത ഒരു രാഷ്ട്രീയം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇവിടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വായിച്ച് നോക്കാൻ സമയം കിട്ടിയിട്ടില്ലല്ല, പുസ്തകം കിട്ടിയിട്ടില്ല. ഇനി അതൊക്കെ വായിക്കണം. ചന്ദ്രേട്ടനോടുള്ള ആദരവും ബഹുമാനവും വെച്ച് അതൊക്കെ വായിക്കുന്ന ഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒഴുക്കിനനുസൃതമായ നീക്കങ്ങൾ, ആ ഒഴുക്കിനെതിരെ നീന്തിയ ഒരാളെന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പലപ്പോഴും ചിലതൊക്കെ പറയുമ്പോൾ അത് സുഖകരമാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ വായിക്കുക, അതൊക്കെ പഠിക്കുക എന്നത് തന്നെയാണല്ലോ നമ്മുടെയൊക്കെ ചുമതല. അതുകൊണ്ടത് വായിക്കാനും സാഹചര്യത്തിൽ ആ പുസ്തകം എനിക്ക് ലഭ്യമാകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു നല്ല കർമ്മത്തിന് ഒരു പദ്ധതി മനസ്സിലിട്ടുകൊണ്ട് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് എത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്ന് ആലോചിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ, താങ്കളുടെ ഈ സദുദ്ദേശത്തിന് ഏറ്റവും നല്ല നിലയിൽ സ്നേഹത്തിന്റെ ആദരവിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സഹോദരന്റെ എളിയ ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. പ്രമുഖ മാധ്യമ സമകാലിക വിഷയങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുൻ MP സെബാസ്റ്റ്യൻ പോൾ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, KP ചന്ദ്രൻ മാസ്റ്റർ എന്ന നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ഇന്നത്തെ പുസ്തകത്തിന്റെ അദ്ദേഹം ഇട്ട പേര് പോലെ തന്നെ പലപ്പോഴും അദ്ദേഹം പ്രഭാഷണം ആരംഭിക്കുമ്പോഴൊക്കെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നാലുവഴികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും പ്രസംഗിക്കാറ്. ആ ചിന്തകൾ പുതിയ തലമുറക്ക് കൈമാറുന്നതിനു വേണ്ടി അതിനൊരു പുസ്തക രൂപം പ്രാപിച്ച് ചരിത്രത്തിന്റെ ഈ വലിയ ഇടനാഴിയിൽ വലിയ സംഭാവനകൾ സമർപ്പിക്കുന്ന ഒരു നിമിഷമാണ് ഇത്. പലരും സൂചിപ്പിച്ചതുപോലെ ആ പുസ്തകം കയ്യിൽ കിട്ടിയപ്പോ ഒന്ന് മറിച്ചു നോക്കാനേ സന്ദർഭമുണ്ടായിട്ടുള്ളൂ. ആദ്യം തന്നെ ഞാൻ കണ്ട വാചകം പലരുടെയും ഉപയോഗിച്ച് ക്രമം തെറ്റിപ്പോയ ഒരു തൊപ്പിയാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന ദാർശനികന്റെ ഒരു വാദം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വായിക്കാനിടയായി. ആകത്തുക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ആ വാചകത്തിലുണ്ട് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. വിശദീകരിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് നിമിത്തമാവുകയും അതിനുശേഷമുള്ള രാഷ്ട്രീയ ചിത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നതിൽ വലിയ സംഭാവനകളാണ്
സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നൽകിയത് എന്നത് ചരിത്രമാണ്. എന്നാൽ പിന്നീടുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ മാറ്റങ്ങളിലും അപജയങ്ങളിലും ഒരിക്കലും അകപ്പെട്ടു പോകാൻ പാടില്ലാത്ത സോഷ്യലിസ്റ്റ് ചിന്താഗതി അവസാനം ബീഹാറിലടക്കം എത്തി നിൽക്കുന്ന ചിത്രം ഇന്നത്തെ അനുഭവ ഇന്ത്യയുടെ സാക്ഷ്യപത്രമായി മാത്രം വേദനകളോട് ഓർമ്മിക്കാനേ സോഷ്യലിസ്റ്റുകൾക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായും മാറ്റങ്ങൾക്ക് അനുഗുണമായ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ ഒരു കാലം ഇങ്ങനെ കഴിഞ്ഞുപോയിരുന്നു എന്നും ആ കാലത്തിന്റെ ഓർമ്മകൾ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണെന്നും ആ ക്രമത്തിലേക്കുള്ള രാജ്യത്തിന്റെ തിരിച്ചുപോക്ക് അനിവാര്യമാണെന്നും ചിന്തിപ്പിക്കാൻ പ്രചോദിതമാകുന്ന ഒരു ഗ്രന്ഥമായി ഈ ഉദ്യമം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ബാലസാഹിത്യകാരൻ രാജു കാട്ടുകുണം, അതേപോലെ തന്നെ ഇവിടെ പുസ്തകം ഏറ്റുവാങ്ങിയിട്ടുള്ള കുഞ്ഞിരാമേട്ടൻ, വേദിയിൽ ഇരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാര്, ഇവിടെ സ്വാഗതം പറഞ്ഞിട്ടുള്ള രവീന്ദ്രൻ കുന്നത്തും മറ്റ് പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഒരു പുണ്യമായ ചടങ്ങിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. നമുക്കറിയാം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ടിട്ടുള്ളത് 1934 കോൺഗ്രസിന്റെ പേരിൽ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു വേണ്ടി കോൺഗ്രസിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും മറ്റ് ചിന്താഗതികളും ഉള്ള ഒരു കൂട്ടം നേതാക്കന്മാരുടെ ചിന്തയിൽ സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന ഒരു കാഴ്ചപ്പാട് മാത്രമായിരുന്നു അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ഭാരതത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ കാരണമായിട്ടുള്ളത്. നേരത്തെ ഇവിടെ പുസ്തകം പരിചയപ്പെടുത്തിയിട്ടുള്ള രാജീവ് കാട്ടുകുണം ഒക്കെ സൂചിപ്പിച്ചതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലും സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടി ഏറെ പ്രയത്നിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം, അത് സ്വാതന്ത്ര്യത്തിന് ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നെ 1977 കാലഘട്ടം വരെ പ്രവർത്തിച്ച് 1975 അടിയന്തരാവസ്ഥയ്ക്ക് വീണ്ടും ശക്തി പ്രാപിച്ച് ജനതാ പാർട്ടിക്ക് രൂപം കൊടുത്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ, മറ്റു കോൺഗ്രസ് ഇതര പാർട്ടികളെ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട്, അതിൽ ഭാരതീയ ജനസംഘം, സംഘടനാ കോൺഗ്രസ്, അതേപോലെ തന്നെ ഭാരതീയ ജനതാ ലോക്ദൾ, അങ്ങനെയുള്ള ചെറു പാർട്ടികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് 77 അധികാരത്തിൽ കയറിയിട്ടുള്ളത്. മൊറാർജി ദേശായിയുടെ മന്ത്രിസഭ രൂപം കൊടുത്തു. ഞാനൊരു ചരിത്രം ആശംസാ പ്രസംഗം മാത്രമാണ്, പക്ഷെ ഒരു ഹ്രസ്വമായ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രാദേശിക ചരിത്രത്തിനപ്പുറമായിട്ട് ഹ്രസ്വമായിട്ടുള്ള ഈ ഒരു ചരിത്രമായിരിക്കും ചന്ദ്രൻ മാസ്റ്റർ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു സൂചന. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയ ചരിത്രം ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ദേവാലയത്തെ പ്രശ്നം വന്നപ്പോഴാണ് 79 കാലഘട്ടങ്ങളിലൊക്കെ പാർട്ടി അധികാരം നഷ്ടപ്പെടുകയും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയും അതേപോലെ തന്നെ ജനതാദളും ഒക്കെ രൂപകൊണ്ട് അതിനുശേഷമുള്ള ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മൾക്കറിയാം. പക്ഷെ അതിൽ ഏറെക്കുറെ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രാദേശിക ചരിത്രം, ഒരുപാട് സംഭവ വികാസങ്ങൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, കുട്ടിക്കാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് 6 പതിറ്റാണ്ടിലും അധികമായി ചന്ദ്രൻ മാസ്റ്ററെ ഞാൻ കാണുന്നു. അന്നും ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും കുട്ടിക്കാലത്തും ഒക്കെ അദ്ദേഹം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവം, ഒരുപാട് അനുഭവങ്ങൾ അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ പ്രദേശത്ത് പാനൂരിന്റെ കിഴക്കൻ മേഖലയിൽ PR പാർട്ടിയും എന്നെ എതിർക്കുന്ന പാർട്ടിയും എന്നുള്ള നല്ല 2 പ്രസ്ഥാനമായിട്ടാണ്. PR പാർട്ടി എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്, സോഷ്യലിസ്റ്റ് പാർട്ടി എന്നല്ല. ഞാനൊക്കെ കുട്ടിക്കാലത്ത് PR പാർട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്ത്. ആ ഒരു പ്രസ്ഥാനം
അതിന്റെ ചരിത്രം, പ്രാദേശിക ചരിത്രം, പഴയകാല ചരിത്രം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊക്കെ ആ ചരിത്രം പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട ചന്ദ്രൻ മാസ്റ്റർ എല്ലാവിധ ആശംസകളും. അദ്ദേഹം ഒരുപാട് പാർട്ടിയുടെയും അതേപോലെ തന്നെ അധികാരത്തിന്റെയും ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇനിയും ഇതുപോലുള്ള രചനകൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. രാഷ്ട്രീയ ജനതാദൾ കൂത്തുപറമ്പ് നിയോജക ഈ പുസ്തകം പ്രകാശനകർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോൾ, പുസ്തകം ഏറ്റുവാങ്ങിയ കുഞ്ഞിരാമട്ടൻ, പുസ്തകം പരിചയപ്പെടുത്ത രാജു കാട്ടുകുളം, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, 1930 മുതൽ 1977 വരെയുള്ള സോഷ്യലിസ്റ്റ് ചരിത്രം, വിശിഷ്യ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ സോഷ്യലിസ്റ്റ് ചരിത്രം വളരെ വിശദമായി ചന്ദ്രൻ മാഷ് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പുതിയ തലമുറക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്തായിരുന്നു, സഖാവ് PR എന്തായിരുന്നു, PR-നോടൊപ്പം പ്രവർത്തിച്ച KMCP സാഹിബ് എന്തായിരുന്നു, ഒന്നായിട്ടുള്ള ചന്ദ്രൻ മാസ്റ്റർ ആരായിരുന്നു എന്നൊക്കെ വളരെ വിശദമായി തന്നെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കാട്ടാമ്പള്ളി സമരവും അതുപോലുള്ള സമരകഥകളൊക്കെ തന്നെ പുതിയ ആവേശം പകരുന്ന, യുവാക്കൾക്ക് പുതിയ ആവേശം പകരുന്ന രീതിയിൽ, പുതിയ അറിവ് നേടുന്ന രീതിയിലുള്ള ഈ പുസ്തകത്തിൽ ചന്ദ്രൻ മാഷ് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. CPI-യുടെ നേതാവ്, സമരാധ്യരെ, സഹോദരി സഹോദരന്മാരെ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന ഗ്രന്ഥം KP ചന്ദ്രൻ മാസ്റ്ററുടെ തന്നെ അനുഭവത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ്. കേരളത്തിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉജ്ജ്വലമായ ഒരു അധ്യായം എഴുതി ചേർത്ത പാനൂർ രാഷ്ട്രീയം സഖാവ് PR കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള ആ പ്രസ്ഥാനത്തിന്റെ ശ്ലാഘനീയമായ ഒരു വക്താവാണ് ചന്ദ്രൻ മാസ്റ്റർ. തീർച്ചയായും സമരാധ്യനായ അദ്ദേഹത്തിന്റെ ഈ സൃഷ്ടി പുതിയ തലമുറയ്ക്ക് ഒരു വലിയ വഴികാട്ടിയായിരിക്കും. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ഇന്നത്തെ സ്ഥിതിഗതികളെ കുറിച്ചെല്ലാം വളരെ നന്നായി വിലയിരുത്താൻ കഴിവുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായ പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏത് സൃഷ്ടിയെയും അഭിനന്ദിച്ചേ പറ്റൂ. തീർച്ചയായും ഇത് പുതിയ തലമുറക്ക് ഒരു വലിയ സംഭാവനയാണ് എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പോരാട്ടം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സെബാസ്റ്റ്യൻ പോൾ, ഈ പുസ്തകം ഏറ്റുവാങ്ങിയ വി കുഞ്ഞിരാമട്ടൻ, പുസ്തകം പരിചയപ്പെടുത്തിയ ബാലസാഹിത്യകാരൻ രാജു കാട്ടുകുളം, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുക്കന്മാരെ, വളരെ നല്ലൊരു നിമിഷത്തിൽ കൂടിയാണ് ഞാനിപ്പോ കടന്നു പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ജനിച്ച കാലത്തേക്ക് തീർന്നുപോയ ഒരു പ്രസ്ഥാനമാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം. 76-ലാണ് എന്റെ ജന്മം. 77 ആകുമ്പോഴേക്കും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയിരുന്നു.
പക്ഷേ കേട്ടറിഞ്ഞ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം മാത്രമാണ് എന്നിലൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ നാട്ടിലുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി പഠിക്കാൻ നമ്മള് JP റൂഫിയ, ആചാര്യ നരേന്ദ്രദേവ് ഇവരെപ്പറ്റി നമ്മൾ അത്യാവശ്യം പഠിച്ച് എന്നല്ലാതെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ഇടങ്ങളിലേക്ക് നാട്ടിലുള്ള കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ആളുകളിലേക്കൊന്നും ഞങ്ങൾക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ഈ കൂത്തുപറമ്പ് കണ്ണൂർ ജില്ലയിലെ ഒരുപാട് സോഷ്യലിസ്റ്റുകാർ ഒരുപാട് ഭീകരമായ ആക്രമണങ്ങളെ എത്തിയ സോഷ്യലിസ്റ്റുകാരുണ്ടായിരുന്നു. ആ സോഷ്യലിസ്റ്റുകാരെയും ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഈ മേഖലയിൽ പടുത്തുയർത്താനുണ്ടായ ആളുകളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് അറിവ് നൽകുന്ന ഒരു പുസ്തകമാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന ചന്ദ്രമാസ്റ്ററുടെ ഈ പുസ്തകം. കുഞ്ഞുകാലത്ത് കുട്ടിക്കാലത്ത് മുതലേ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ചന്ദ്രമാഷ്. ചന്ദ്രമാഷ് ഞാൻ കേട്ടറിയുന്നത് HMKPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് ചന്ദ്രമാഷും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനായിക്കൊണ്ട് എന്റെ അച്ഛൻ തൊഴിലാളി സംഘടന തലത്തിൽ ഉണ്ടായിരുന്നു. അന്നു മുതലാണ് ചന്ദ്രമാഷ് എന്ന KP ചന്ദ്രമാഷ് എന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അറിഞ്ഞ കാലം മുതൽ ഇന്നുവരെയും നല്ല ബന്ധം, രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലായിട്ട് പോലും, രണ്ട് പാർട്ടികളിലായി ഇരുന്നിട്ട് പോലും ആ ബന്ധത്തിന് ഒരു ഉലച്ചിലുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന് എല്ലാ ആശംസകളും നേർന്ന് എല്ലാവർക്കും ഈ പുസ്തകം വായിച്ച് ചരിത്രം പഠിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷൻ KB മോഹൻ MLA, ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച മാധ്യമപ്രവർത്തകനും മുൻ MP-യായ ഡോക്ടർ സെബാസ്റ്റ്യൻ ബോബ്, വേദിയിലും സഹസ്രേഷ്ഠരായ ബഹുമാന്യരെ, കുട്ടിക്കാലം മുതൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയും അതിന്റെ സഞ്ചാരപഥങ്ങളിൽ, അതിന്റെ വളർച്ചാ വികാസങ്ങളിൽ ഭാഗവാക്കായിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പങ്കുവരെ വിവരിച്ചുകൊണ്ടും അതോടൊപ്പം നമ്മുടെ നാടിന്റെ ഇന്നും നമ്മുടെ ഈ തലമുറക്ക് അന്യമായ കാട്ടാമ്പള്ളി സമരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വ്യത്യസ്തമായ സമര ചരിത്രത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ചന്ദ്രമാസ്റ്ററുടെ രചിച്ചിട്ടുള്ളത്. ആ പുസ്തകം എന്തു തന്നെയായാലും ഭാവി തലമുറക്ക് അതൊരു മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചന്ദ്രമാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എന്റെ അയൽവാസിയാണ്. 22 വർഷക്കാലം എന്റെ ഓഫീസ് മേധാവിയും സഹപ്രവർത്തകനുമായി മാത്രമല്ല രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇപ്പോഴും ഒന്നിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഓർമ്മ കൂടിയാണ് ചന്ദ്രമാസ്റ്റർ. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള ഒരു കഴിവ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചന്ദ്രമാസ്റ്റർ അന്നൊക്കെ നല്ല പ്രാസംഗികനാണ്, നല്ല പ്രഭാഷകനാണ്, മറ്റ് കലാപരമായി കഥാപ്രസംഗങ്ങളൊക്കെ നടത്തിയ ചരിത്രമൊക്കെ ചന്ദ്രമാസ്റ്ററിന്റെ അത്തരത്തിൽ മാത്രമേ അറിയപ്പെട്ടിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കുക എന്നതൊരു നേട്ടമായി ഞാൻ കാണുകയാണ്. ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഒട്ടനവധി പുസ്തകങ്ങൾ രചിക്കാനും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കഴിവുകളെ കലാമൂല്യങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. KP ചന്ദ്രൻ മാസ്റ്റർ, രാജു കാട്ടുവനം, മറ്റു വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന പേരിൽ ശ്രീ KP ചന്ദ്രൻ മാസ്റ്റർ രചിച്ച സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന പുസ്തകം ഇവിടെ നിന്ന് പ്രകാശിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമെന്ന നിലക്ക് ഇന്ത്യയിൽ വളർന്നു വരേണ്ട ഒരു ബദൽ ശക്തിയാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമെന്ന് ജവഹർലാൽ നെഹ്റു പോലും ആഗ്രഹിച്ചിരുന്നുവെന്ന് ചില ലേഖനങ്ങളിൽ നിന്നൊക്കെ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും വളർച്ചയും തകർച്ചയും ഒക്കെ 1934 മുതൽ 1977 വരെയുള്ള ചരിത്രത്തിൽ ശ്രീ ചന്ദ്രൻ മാസ്റ്റർ പ്രതിപാദിച്ചെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന തലത്തിൽ ഈ പ്രദേശത്തിന്റെ തന്നെ വിശദമായ ഒരു ചരിത്രം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ജനകീയ പ്രശ്നങ്ങളിൽ എങ്ങനെ ഒരു പ്രസ്ഥാനം ഇടപെടണമെന്നും ഒരു പ്രസ്ഥാനത്തെ പോരാട്ടങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുപോകേണ്ടതെന്നൊക്കെ തന്നെ വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ച ഒരു പുസ്തകമാണിത്. ആ നിലയിൽ നമ്മുടെ ഈ പുതുതലമുറക്ക് പഠനാർഹമായ പുസ്തകം കൂടിയായി മാറും. അത് ലളിതമായ നിലയിൽ തന്നെ രചിച്ച് അതിന് നേതൃത്വം കൊടുത്ത ശ്രീ ചന്ദ്രൻ മാസ്റ്ററെ അഭിനന്ദിക്കുന്നു. ഈ ചടങ്ങിനെല്ലാം ആശംസ അർപ്പിക്കുന്നു. നിർത്തുന്നു.
നാഷണൽ ലീഗ് പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് KP ധന്യമായ ഈ ചടങ്ങിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ KP മോഹനേട്ടൻ MLA, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ KP ചന്ദ്രൻ മാസ്റ്ററുടെ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പുസ്തക പരിചയം നടത്തിയ രാജു കാട്ടുപുണം, വേദിയിൽ ഉപദേശിച്ചിട്ടായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട KP ചന്ദ്രൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അനുഭവം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന ഗ്രന്ഥം ഇന്ന് ഇവിടെ പ്രകാശനം നിർവഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന വേറെയും ഗ്രന്ഥങ്ങൾ, സഖാവ് PR-ന്റെ എന്റെ കഥ എന്റെ നാടിന്റെയും, അതുപോലെ KM സൂപ്പിക്ക എഴുതിയ നേർക്കുനേരെ എന്ന പുസ്തകവും, ഈ 3 പുസ്തകവും നമ്മുടെ നാടിന്റെ എല്ലാ ചരിത്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥങ്ങൾ വരും തലമുറയ്ക്ക് അല്ലെങ്കിൽ ചരിത്ര വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ നാടിന്റെ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല ഗ്രന്ഥമായി ഇത് മാറട്ടെ. ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇതിന്റെ സംഘാടകർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതോടൊപ്പം KP ചന്ദ്രൻ മാസ്റ്റർക്ക് ദീർഘായുസ്സും ഉണ്ടാവട്ടെ എന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാന്യനായ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ MLA KP മോഹനൻ ഈ പുസ്തകം KP ചന്ദ്രൻ മാസ്റ്ററുടെ ഈ പുസ്തകം പ്രകാശനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MP XMP ഈ പുസ്തകത്തെ വിവരിച്ച കാട്ടുവനും വേദിയിലും സദസ്സിലിരിക്കുന്ന നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്നതിനെ കുറിച്ച് കാര്യഗൗരവമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആരംഭത്തേക്ക് കടക്കുന്നില്ല. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നമ്മുടെ നാടിൽ, നമ്മുടെ പെരുങ്ങളും കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു, എങ്ങനെ അത് വളർന്നു, എങ്ങനെ അത് താഴ്ന്നുപോയി എന്നതിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ബഹുമാന്യനായ PR കുറുപ്പ് എന്റെ സ്വന്തം അനുഭവം ഞാൻ വിവരിക്കുകയാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഫോമിൽ ഒപ്പിടാൻ വേണ്ടി PR കുറുപ്പിന്റെ വീട്ടിൽ പോയി. PR കുറുപ്പിന് ഭയങ്കര പനി. അദ്ദേഹത്തിന്റെ സഹപാഠികൾ പറഞ്ഞു പറ്റില്ല, കുറുപ്പ് ഘട്ടം വിളിച്ചു. എന്റെ കുടുംബങ്ങളിൽ പലരും PR കുറുപ്പിന്റെ ആളുകളായിരുന്നു. അങ്ങനെ PR വിറക്കുന്ന കൈകളോടെ ഒപ്പിട്ട് വന്നു. എനിക്ക് ഒരു രാഷ്ട്രീയ നേതാവിനോട് ഏറ്റവും വലിയ സന്തോഷകരമായ അവസ്ഥയായിരുന്നു അത്. പിന്നെ ഈ പ്രസ്ഥാനത്തിൽ നിന്നും മുസ്ലിങ്ങൾ വിട്ടുനിന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നരുത്. കാരണം KM സൂപ്പി, KV സൂപ്പി, പല ആളുകളും പിന്നീട് ഞങ്ങൾക്ക് അവരെയൊക്കെ കണ്ടത് ഈ പ്രസ്ഥാനത്തിന്റെ ആളുകളായിരുന്നു, വോട്ട് പിടിക്കാനും എല്ലാത്തിനും. പിന്നീട് അവരൊക്കെ ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2 കുട്ടികളെ ഞാൻ കണ്ടു. ഈ PR കുറുപ്പിന്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് സേവനം കിട്ടിയ 2 കുട്ടികൾ ഇങ്ങനെ വോട്ട് പിടിക്കുകയാണ് എനിക്കെതിരായി. അപ്പൊ അങ്ങനെയാണ് രാഷ്ട്രീയത്തിന്റെ സ്ഥിതി. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഒരു വിമർശനമായി കരുതുകയും ചെയ്യരുത്. ഈ പുസ്തകം രചിച്ചത് ചന്ദ്രൻ മാഷാണ്. ചന്ദ്രൻ മാഷുമായി 35 കൊല്ലത്തെ പരിജ്ഞാനുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ. ഞാൻ ഗൾഫിൽ വിട്ടതിന് ശേഷം ഒരു ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകനാണ്, വേറെ ജോലിയൊന്നുമില്ല. ചെറിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ തന്നെ പോകേണ്ടി വരും. അതും ചന്ദ്രമാഷുമായിട്ടുള്ള ചന്ദ്രമാഷ പ്രസിഡന്റായപ്പോൾ ഞങ്ങളൊരു നല്ല പരിചയമായിരുന്നു. അങ്ങനെ അത് ഇന്നും നിലനിർത്തുന്നു. ചന്ദ്രമാഷക്കും യോഗത്തിനും ആശീർവാദങ്ങളും നൽകുന്നു. ജയ് ഹിന്ദ്. പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ശ്രീ KP മോഹനൻ MLA അവർ ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച മാധ്യമരംഗത്തെ അതിന്റെ പ്രഭുവും മുൻമന്ത്രിയുമായ സെബാസ്റ്റ്യൻ പോൾ സർ, പുസ്തക പരിചയം നടത്തിയ പ്രിയപ്പെട്ട രാജമാസ്റ്റർ, ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ടവർ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ ഇവിടെയുള്ള സാന്നിധ്യം എന്തിന്റെ പേരിലാണ് എന്നെനിക്കറിയില്ല. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്,
ഈ പുസ്തകം രചിച്ച KP ചന്ദ്രൻ മാഷയുടെ അനുജനാണ് ഞാൻ. ഞങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം 6 വയസ്സാണ്. ആ 6 വയസ്സിന്റെ വിടവ് മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തോടൊപ്പം പിയാറിനോടൊപ്പം നടത്തിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തന പരിപാടികളിലും ഇവരുടെയൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ എനിക്കും കൂടി അനുഭവവേദ്യമായതാണ് എന്ന് ഞാൻ കരുതുകയാണ്. പുസ്തകം പലരും സൂചിപ്പിച്ചതുപോലെ മുഴുവനായിട്ട് വായിക്കാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ ചില ആളുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടാകാം എന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും ഒരു കാര്യം ബോധ്യപ്പെടുന്നത് ഈ 6 വയസ്സിന്റെ ആ കാലഘട്ടത്തിലൊക്കെ പറയുമ്പോൾ ഇവിടെ ആക്ഷൻ കമ്മിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അന്ന് 10, 12, 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഞാനും അതൊക്കെ അനുഭവിച്ചവനാണ്, നേരിട്ട് അറിഞ്ഞവനാണ് കുറെ കാര്യങ്ങളൊക്കെ. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപജയങ്ങളെ കുറിച്ച്, അതിന്റെ കാരണങ്ങളെ കുറിച്ച്, അതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ നമ്മുടെ ഉദ്ഘാടകൻ പ്രഭാഷകൻ നിർവഹിച്ച സെബാസ്റ്റ്യൻ വളരെ ലളിതമാണെങ്കിൽ പോലും ആഴത്തിൽ നിന്നുകൊണ്ട്, അടിത്തട്ടിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിന്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനൊരു കാര്യം, സോഷ്യലിസ്റ്റ് പ്രവർത്തകന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഹൃദയബന്ധമാണ്. ഇന്നത്തെ നിലയിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് കരുതരുത്. ആ രാഷ്ട്രീയ പ്രവർത്തകന്മാർ തമ്മിലുള്ള ബന്ധത്തേക്കാൾ ഉപരി സോഷ്യലിസ്റ്റ് പ്രവർത്തകന്മാർ തമ്മിലുള്ള ഹൃദയബന്ധം എന്ന് പറയുന്നത് അതവസാന ശ്വാസം വരെ നിലനിൽക്കുന്ന ഒന്ന്. അതാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും അതാണ്. ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പോയാലും അധികാര സ്ഥാനങ്ങളിൽ എത്തിയാലും ഇപ്പൊ ബീഹാറിന്റെയും ഫെർണാണ്ടസിന്റെയും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. അതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ നാട്ടിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുന്നു. ആ ദർശനത്തിന് പണ്ടുകാലത്തുണ്ടായതിനേക്കാൾ ഏറ്റവും സമകാലിക വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തിയേറുന്നു എന്നതാണ് ഒരു വസ്തുത. അത്തരമൊരു കാലഘട്ടത്തിലാണ് 1934 മുതൽ 1977 വരെയുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം വളരെ ലളിതമായ രീതിയിൽ, ഹ്രസ്വമായ രീതിയിൽ പാനൂരിന്റെ ചരിത്രത്തെക്കുറിച്ച് അതിനുശേഷം ജനിച്ചു വന്ന തലമുറക്ക് എന്താണ് പാനൂരിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം, ആരൊക്കെയായിരുന്നു ഇതിന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ ആരൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ച് പഠിക്കാനും സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതുപോലെ ഒരു ഗവേഷണ താല്പര്യത്തോടുകൂടി നമ്മുടെ നാട്ടിന്റെ ചരിത്രത്തെക്കുറിച്ച് യഥാർത്ഥ രീതിയിൽ വിലയിരുത്താനും അതുവഴി മതസാഹോദര്യവും അതുപോലെ തന്നെ സമത്വസുന്ദരമായ ഒരു കാഴ്ചപ്പാടും നിലവിൽ വരുത്താൻ ഈ പുസ്തകം സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജനപ്രതിനിധിയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവുമായ ശ്രീ KP മോഹനേട്ടൻ, പുസ്തക പ്രകാശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചാദരനായ മുൻ MPയായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പരിചയപ്പെടുത്തിയ രാജീവ് കാട്ടുകുനം, ബാലസാഹിത്യ എഴുത്തുകാരൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, അതേപോലെ ഈ പുസ്തകം എഴുതിയ KP ചന്ദ്രൻ മാസ്റ്റർ, ബഹുമാനം നിറഞ്ഞ സോഷ്യലിസ്റ്റ് കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകളെന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് പുതിയ തലമുറകളെ സംബന്ധിച്ചിടത്തോളം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ഏതെല്ലാം രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഈ നിയോജക മണ്ഡലത്തിലും ഈ സംസ്ഥാനത്തും ആ കാലഘട്ടത്തിൽ 1934 മുതൽ 1977 വരെ ഇന്ത്യ രാജ്യത്തും അവർ നടപ്പിലാക്കിയ വികസനങ്ങളും ത്യാഗങ്ങളെയും കുറിച്ചാണ് പ്രത്യേകിച്ച് ചന്ദ്രൻ മാസ്റ്റർ ഈ പുസ്തകത്തിൽ സൂചിപ്പിച്ചത്. ഇന്നത്തെ തലമുറകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര പുസ്തകമായി സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് കണക്കാക്കാൻ സാധിക്കും. പഴയ കാലഘട്ടത്തിൽ കാട്ടാമല്ലി സമരമായാലും മുതുകാട് സമരമായാലും ഏത് സമരങ്ങൾക്കും അന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തോടുകൂടിയാണ് ആ സമരങ്ങൾ നടന്നത്. പുതിയ തലമുറകൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്.
പഴയ കാലഘട്ടത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി നടക്കുമ്പോഴും അതിനെക്കുറിച്ച് അറിയുമ്പോഴും പഠന ക്ലാസുകൾ നടത്താറുണ്ട്. പക്ഷെ ഇപ്പോൾ പഠന ക്ലാസുകൾ ഇല്ലാത്ത രീതിയിൽ ചന്ദ്രമാഷയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചതായാലും വികസനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചതായാലും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മണ്ഡലത്തിൽ അറിയുന്നതാരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ KT ചന്ദ്രമാഷാണെന്ന് വ്യക്തമായി പറയാൻ നമുക്ക് സാധിക്കും. അതേപോലെ ആ കാലഘട്ടത്തിൽ കാട്ടാമല്ലി സമരത്തിൽ പങ്കെടുത്ത ശ്രീ വി കുഞ്ഞിരാമട്ടൻ നമ്മുടെ വേദിയിലുണ്ട്. മുന്നിലിരിക്കുന്ന കുറേയധികം പഴയകാല സഖാക്കന്മാരുണ്ട്. ഒരു പുസ്തകം കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല, പ്രത്യേകിച്ച് 5:45 മണിയായി. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു ഇതിന്റെ ചെയർമാൻ എന്ന നിലയിൽ ഷഡ്യന്തരമായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് വിളിച്ചതുകൊണ്ടാണ് ഈ പരിപാടിക്ക് ആ സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഇതിന്റെ ഉദ്ഘാടനമായി ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ആദരണായ രാഷ്ട്രീയ ജനതാദളിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ MD സോമസ്കുമാറും ആ പരിപാടിയിൽ തന്നെയായിരുന്നു. ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റിയും അടിയന്തര യോഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമായിരുന്നു ഇന്ന് കോഴിക്കോട്ടിൽ വെച്ച് നടന്നത്. ആ യോഗം കഴിഞ്ഞവരുണ്ട് താമസിച്ചതുകൊണ്ടാണ് ഇവിടെ എത്തിക്കാൻ ലേറ്റായത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രമാഷ് നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തിന്റെ ആശംസ ചന്ദ്രമാഷ് അയച്ചുകയും കൊടുത്തിട്ട് അതിവിടെ വായിച്ചിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതലായി ഒന്നും സംസാരിക്കാതെ ഈ പുസ്തകം ഈ നിയോജക മണ്ഡലത്തിന്റെ പ്രവർത്തകർക്കും പഴയകാല ആളുകളുടെ ചരിത്രങ്ങളെക്കുറിച്ചും സമര നേതാക്കന്മാരെക്കുറിച്ചും നമ്മളറിയാത്ത പല കാര്യങ്ങൾ, ഇന്നത്തെ യുവതലമുറ അറിയാത്ത കാര്യങ്ങൾ, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു ഏതെല്ലാം രീതിയിലാണ് ഈ പ്രസ്ഥാനത്തെ ഈ നിലയിൽ ഇവിടെ എത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പേര് തന്നെയാണ് ചന്ദ്രമാഷ് ഈ പുസ്തകത്തിന് കൊടുത്തത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്നുള്ള പേരാണ്. ഈ പിന്നിട്ട പാതകളിലൂടെയാണ് ഈ പ്രസ്ഥാനം ഇന്നും ഈ നിയോജക മണ്ഡലത്തിൽ നിൽക്കുന്നത്. പഴയ കാലഘട്ടത്തിലെ സഖാ PR-ന്റെ കൂടെ നെയ്യും കൈയും മറന്നുകൊണ്ട് പ്രവർത്തിച്ച ശ്രീ ചന്ദ്രൻ മാസ്റ്ററും അതേപോലത്തെ നേതാക്കന്മാർ അവരുടെ രക്തവും ചിലപ്പോൾ രക്തമുണ്ടാവും, പല സ്ഥലത്ത് വീഴ്ചയും അക്രമങ്ങൾ കിട്ടിയിരുന്നു, അടികൾ സഹിച്ചിരുന്നു, അതൊരു പോലീസിന്റെ അക്രമങ്ങൾ ഉണ്ടായിരുന്നു, അതൊരു വികസനങ്ങൾ നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ സൈക്കിളിലാണ് പലരും യാത്ര ചെയ്തത്, നടന്ന് കിലോമീറ്ററുകൾ പോലും കൊണ്ടാണ് യാത്ര ചെയ്തത്. ഇതെല്ലാം ഒരു പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയായിരുന്നു. അതെല്ലാം പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാനും പഴയ തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്താനും വേണ്ടി ഇങ്ങനെയൊരു പുസ്തകം ഇറക്കിയ ചന്ദ്രൻ മാസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷൻ ശ്രീ KP മോഹനൻ നമ്മുടെ ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്ത ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തനായ വക്താവും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ പ്രശസ്തരുമായ മുൻമന്ത്രി കൂടിയായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പുസ്തക പരിചയം നടത്തിയ ബാലസാഹിത്യകാരൻ രാജു കാട്ടുകുലൻ, ഈ വേദിയിലുള്ള എന്റെ സഹപ്രവർത്തകരായ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടെത്തിയ പ്രിയപ്പെട്ടവരെ, അതുപോലെ മാധ്യമരംഗത്തെ ചാറ്റ് മാസ്റ്റർ, അതിലേറെ ഈ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു വലിയ മറുപടി പ്രസംഗം ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എഴുതിയ ഈ ചെറുത പുസ്തകത്തെ പറ്റി അധ്യക്ഷനും അതുപോലെ തന്നെ
പ്രകാശനം ചെയ്ത സെബാസ്റ്റ്യൻ പോൾ സാറും ഇത് പരിചയപ്പെടുത്തിയ രാജു കാട്ടുകുഴിലും വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടാതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പുസ്തകം എല്ലാവരുടെയും കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള വഴികളെ സംബന്ധിച്ച്, അതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അത് അവരാണ് പറയുന്നത്. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ചില വിട്ടുപോകലുകൾ ഞാൻ അവസാനം നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്, ചില വിട്ടുപോകലുകൾ അവസാന ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒഴിച്ചു നിർത്തിയതല്ല, പകരം വന്നുപോയ വളരെ ചെറിയ ചില ന്യൂനതകൾ ആഗ്രഹിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ഒരു 2ാം എഡിഷനിൽ അതൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് ഒരു വായനയിലോ 2 വായനയിലോ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഞാനിത് അവസാനം സൂക്ഷ്മമായി വായിച്ചപ്പോൾ ചില ചെറിയ തെറ്റുകൾ വന്നുപോയിട്ടുണ്ട്. അത് അടുത്ത ഒരു എഡിഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ വിശദമായിട്ടൊന്നും ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോഴിക്കോട് ജില്ലയിലെ അവിടുത്തെ ഒരു സോഷ്യലിസ്റ്റ് ചരിത്രത്തെ പറ്റി ഒരു 1.5 വർഷം മുമ്പ് നമ്മുടെ എം.എൽ.എ. ശ്രീ കെ.പി. മോഹനൻ എന്നോട് പറയുണ്ടായി, നമുക്കൊന്ന് തുടങ്ങിക്കൂടെ. അവിടുന്ന് തുടങ്ങിയതാണ്. പിന്നെ ഈ പ്രദേശത്തുള്ള നമ്മളെ പാനൂരുള്ള പാർട്ടിയുടെ സുഹൃത്തുക്കൾ, സഖാക്കൾ, നേതാക്കൾ, അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പുസ്തകം ഇപ്പോൾ രചിച്ചിട്ടുള്ളത്. ഈ രചനയിൽ സഹായിച്ച ഒട്ടുമിക്ക ആളുകളുടെയും പേരുകൾ ഞാൻ ഈ പുസ്തകത്തിന്റെ കവർ പേജിന്റെ ഇപ്പുറത്ത് നന്ദി എന്ന പേരിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നെ സഹായിച്ചവരുടെ, അതുകൊണ്ട് ആ പേരുകൾ ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ പുസ്തകരചനയിൽ സഹായിച്ച ആളുകൾക്ക്, ഈ പുസ്തക ഇതിന്റെ സംഘാടനത്തിന് കഴിഞ്ഞ ഒരാഴ്ചയായി അല്ലെ 1-2 ആഴ്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ സംഘാടക സമിതിക്ക് ഒക്കെ തന്നെ ഞാൻ എന്റെ എല്ലാവർക്കും തന്നെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷവും സമ്പാദ്യമൊക്കെയുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ടാവാം. ഇന്നേതായാലും ഈ സായാഹ്നം വളരെ സന്തോഷപ്രദമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഒന്ന്, കേരള രാഷ്ട്രീയത്തിന് പാനൂർ സംഭാവന ചെയ്ത മഹാനായ അതുല്യ പ്രതിഭയായ സഖാവ് PR-ന്റെ തട്ടകമായ പാനൂർ. ആ പാനൂരിൽ വെച്ച് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ഭൂമികയിൽ വെച്ച് തന്നെ ഇത്തരം ഒരു പുസ്തകത്തിന്റെ രചന നടത്തുക, പുസ്തകത്തിന്റെ പ്രകാശനം നടത്തുക എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, PR-ന്റെ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അധ്യാപക പ്രസ്ഥാനത്തിലൂടെ ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും സുപരിചിതനായ KKV എന്ന മൂന്നുക്ഷരത്തിൽ അറിയപ്പെട്ട
KK വേലായുധൻ അടിയോട് സ്ഥാപിച്ച ഈ സരസ്വതി ക്ഷേത്രത്തിലാണ് ഇന്ന് പ്രകാശന ചടങ്ങ് നടന്നത് എന്നതിലും എനിക്ക് ഏറെ സന്തോഷമുണ്ട്. മറ്റൊരു പ്രധാന സന്തോഷം എനിക്കുള്ളത് ഇത് ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നമ്മുടെ MLA ആണ്. ഈ പുസ്തക പ്രകാശനം ചെയ്തതിൽ തികച്ചും അർഹതപ്പെട്ട, പ്രത്യേകിച്ച് ഞാനൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ പ്രതിഭയാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മാധ്യമരംഗത്ത്, നിയമരംഗത്ത്, അങ്ങനെ കേരളത്തിൽ പ്രത്യേകിച്ച് ചാനലുകളിൽ ഒക്കെ തന്നെ നിഷ്പക്ഷമായി സത്യസന്ധമായി തന്റെ രാഷ്ട്രീയത്തിനപ്പുറം കാണുന്ന ഒരു വലിയ പ്രതിഭ, അതാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. മുൻ MP ആയിരുന്നു. കൂടാതെ ഒരു വിശേഷം കൂടിയുണ്ട്. എറണാകുളം എന്ന് പറയുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലം എന്നും ഇടതുപക്ഷത്തിന് അന്യമായിരുന്നു. 1997 മാത്രമാണ് എറണാകുളം എന്ന നിയോജക മണ്ഡലം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കിട്ടിയത്. അന്നത്തെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാമോ? ഈ ഇരിക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇന്ന് വരെ അതിനുശേഷം അവിടെ ഇടതുപക്ഷക്കാരൻ MLA ആയിട്ടില്ല. അതാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അതൊരു സന്തോഷമല്ലേ? മൂന്നാമത്തെ സന്തോഷം, ഇതൊരു പ്രൗഢമായ സദസ്സാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്തൊക്കെ ഒരുപാട് ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര ഒരു പ്രൗഢമായ സദസ്സ്, രാഷ്ട്രീയക്കാർ, വ്യാപാരികൾ, വ്യവസായികൾ, പ്രവാസികൾ, വിദ്യാർത്ഥികൾ, സ്ത്രീകൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ ഒക്കെ അടങ്ങുന്ന ഒരു വലിയ പ്രൗഢമായ സദസ്സ്, 10 മണിയോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു സദസ്സ്, അത് ഏറെ സന്തോഷപ്രദമാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു ദിവസമാണ് ഇത്. ഇത് എഴുതാൻ ഇപ്പോ സെബാസ്റ്റ്യൻ പോൾ സാർ ഇവിടെ പറഞ്ഞില്ലേ, മറവിക്ക് വിട്ടുകൊടുക്കാൻ പാടില്ലാത്തതാണ് രാഷ്ട്രീയ ചരിത്രം. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ അത് മറക്കുകയാണ്. അതൊരു പുനർവായനയ്ക്ക് ഉള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ്. ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള ഈ പുസ്തകത്തിന്റെ ഒരു കവർ പേജില്ലേ, ഒരു മുഖചിത്രം, ആരെങ്കിലും അതിനെപ്പറ്റി അതെന്താ അങ്ങനെ ഒരു ചുവന്ന കൊടിയിൽ ഒരു കരിച്ചക്രം വെച്ചതെന്ന് എത്ര ആളുകൾക്കറിയാം? വളരെ ചുരുക്കം ആളുകൾക്ക്. കാരണം ഈ പാർട്ടിയുടെ കൊടി അതൊന്നുമില്ലാതെ. പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു കൊണ്ട് വെച്ചത്? ഞാനൊരു 6, 7, 52, 47 ഒരു 5-6 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കുന്നോത്തുപറമ്പിൽ നിന്ന് പാറാട്ടേക്ക് നടന്നു വരുമ്പോൾ അവിടെ പണ്ടേ ഒരു കള്ള് ഷാപ്പൊക്കെ ഉണ്ട്. ആടൊക്കെ ചുമറിൽ ഒരു അടയാളം. എന്താ അടയാളം എന്നറിയാം? അറിയാൻ ആൽ വൃക്ഷം. അതിലെഴുതിയ ഇന്നത്തെ പോലെ ഒന്നല്ലോ, ഏതെങ്കിലും അവിടുത്തെ ഒരു കലാകാരൻ എഴുതിയതാണ്. ഈ ചിലത്തിൽ, അതായത് ആൽവൃക്ഷത്തിൽ പത്മപ്രഭ ഗൗഡർക്ക് വോട്ട് ചെയ്യുകയായിരുന്നു. വളരെ കുഞ്ഞുനാളിൽ എന്റെ മനസ്സിൽ വന്ന ഒരു ചിത്രമാണ്. അതെന്താണെന്ന് അറിയാമോ? 1952 മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MK ജയചന്ദ്രൻ എതിരായിട്ട് അദ്ദേഹത്തിന്റെ അനുജനോ ജ്യേഷ്ഠനോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, MK പത്മപ്രഭ ജ്യേഷ്ഠൻ MK പത്മപ്രഭ ഗൗഡർ മത്സരിച്ചിരുന്നു. ജ്യേഷ്ഠൻ തോറ്റു, അനുജൻ ജയിച്ചു. MK ജയചന്ദ്രൻ ജയിച്ചു, പത്മപ്രഭ ഗൗഡർ തോറ്റു.
RJDയുടെ സംസ്ഥാന പ്രസിഡന്റ് MV സുരേഷ് കുമാറിന്റെ അച്ഛന്റെ അച്ഛൻ. അപ്പൊ ആ ചുമരിൽ എഴുതി വെച്ചതാണ് ഇത് പത്മപ്രഭ ഗൗഡർക്ക് 60 ലക്ഷത്തിന് വോട്ട് ചെയ്യുക എന്ന്. അപ്പൊ ഞാൻ ചിലരോട് ചോദിച്ചു, പിന്നീട് അന്നത്തെ ഒരു കൊടിയായിട്ട് എഴുതി. ആ കാലത്ത് കൊടിയായി ആർക്കെങ്കിലും അറിയാവോ? ഈ പെരുവിയിൽ ഉൾക്കൊള്ളുന്ന സ്ഥലം അന്ന് കൂത്തുപറമ്പിലെയോ പെരുങ്ങള മണ്ഡലത്തിലോ അല്ല. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അത് വയനാട് മണ്ഡലത്തിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തെ പറ്റിയാണ്. കുറേ ആളുകളോട് അന്വേഷിച്ചു. ഇതൊന്നും അറിയുന്ന ആളുകൾ വളരെ ചുരുക്കാണ്. ആളുകളെ പേരെ ഞാൻ പറയുന്നില്ല, അത് കുറെ ആളുകൾ മരിച്ചു കേട്ടോ. അവരിൽ നിന്നൊക്കെ കിട്ടിയ എല്ലാം കിട്ടി എന്ന് ഞാൻ പറയുന്നില്ല. അവരിൽ നിന്നൊക്കെ കിട്ടിയ കുറെ കാര്യങ്ങളാണ് പുസ്തക രൂപത്തിൽ ഇവിടെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതില് കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ വളരെ വിശദമായി തന്നെ രാജീവ് മാഷ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല. വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ ഇത്തരം ഒരു പുസ്തകം എഴുതാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും, അത് ഇവിടെ പ്രകാശനം ചെയ്യാനുള്ള ഈ വലിയ ചടങ്ങ് സംഘടിപ്പിച്ച എന്റെ പാർട്ടി പ്രവർത്തകന്മാർക്കും അല്ലാത്ത ആളുകൾക്കും എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. KP മോഹനേട്ടൻ ഈ പരിപാടിയുടെ വളരെ മഹത്തരമായ കർമ്മം നിർവഹിച്ചിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ അധികായൻ, കേരള സാമൂഹ്യ സാംസ്കാരിക മേഖലകളെ അധികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സർ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട പ്രമുഖ വ്യക്തികളെ, ഇവിടെ വളരെ മഹത്തരമായ ഒരു ചടങ്ങാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ചന്ദ്രമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം പിന്നിട്ട വഴി പാതകൾ എന്ന ചന്ദ്രഭാഷയുടെ പുസ്തക പ്രകാശന ചടങ്ങ് വളരെ പ്രൗഢഗംഭീരമായി നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല കാലഘട്ടങ്ങളിലും ഒരു സദസ്സ് ഉണ്ടാക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. പക്ഷേ ഈ ഒരു പാനൂരിന്റെ സോഷ്യലിസ്റ്റ് ചരിത്രം തീർച്ചയായും ചന്ദ്രമാഷ് സംബന്ധിച്ചിടത്തോളം വളരെ നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രതിഫലനം എന്ന നിലക്കാണ്, അദ്ദേഹത്തോടുള്ള ഒരു അംഗീകാരം എന്ന നിലക്കാണ് ഈ ഒരു പ്രൗഢഗംഭീരമായ സദസ്സ് ഇവിടെ ഉണ്ടായത് എന്ന് തീർച്ചയായും വളരെ അഭിമാനത്തോടെ ഓർമ്മിക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഇതിന് ശേഷം നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനസന്ധ്യ ഒരുക്കുന്നുണ്ട്. വളരെ ചെറിയൊരു പരിപാടിയാണെങ്കിലും വളരെ മനോഹരമായിരിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ ഡോക്ടർ മഷ്ദൂദ്, അതുപോലെ തന്നെ രജിഷ പന്തക്കൽ തുടങ്ങിയ പ്രമുഖർ ഗാനനിശയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ എന്റെ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. അവരെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിന് ഹൃദയപൂർവ്വം ഈ ഒരു കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. സംഘാടക സമിതിക്ക് വേണ്ടി, ഈ നാട്ടുകാർക്ക് വേണ്ടി, പാനൂരിന് വേണ്ടി വളരെ ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ.